യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ അവൻ ആ പ്രകാശത്തിലേക്ക് തിരിക്കുന്നു. ഇനി സഹോദരന്മാരെ, രണ്ടാമതായി ഞാൻ പറയട്ടെ, ഇരുട്ടിന്റെ കൂട്ടത്തിൽ വലിയ ഇരുട്ടാണ് വിവരക്കേട്. വിവരക്കേടെന്ന് പറയുന്നത് ഇരുട്ടാണ്. അതിന്റെ നേർ വിപരീതമുള്ളത് ഇൽമിന്റെ പ്രകാശമാണ്, വിജ്ഞാനത്തിന്റെ വെളിച്ചമാണ്. മറ്റൊരിരുട്ടാണ് അക്രമം. അക്രമം എന്നതൊരു ഇരുട്ടാണ്. ദുൽമിന്റെ ദുൽമത്തത് വലുതാണ്. നീതി സത്യം എന്ന് പറയുന്നതൊരു വെളിച്ചമാണ്. അപ്പോൾ മനുഷ്യനെ നീതിയുടെ വെളിച്ചത്തിലേക്ക്, അക്രമത്തിന്റെ ഇരുട്ടിൽ നിന്ന് നീതിയുടെ വെളിച്ചത്തിലേക്ക്, അതേ അറിവുകേടിന്റെ ഇരുട്ടിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക്, അതേ സത്യനിഷേധത്തിന്റെ അവിശ്വാസത്തിന്റെ ഇരുട്ടിൽ നിന്ന് വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നൂറും മുബീനല്ലേ, വ്യക്തമായ വെളിച്ചമല്ലേ. ആ വെളിച്ചം അല്ലാഹു ജല്ല ജലാലുഹു ആ വെളിച്ചം ഇവിടെ നടപ്പാക്കി വെളിച്ചം കാണിക്കാൻ വേണ്ടി ആ നൂറായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ. അതാണ് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്. ഇരുട്ടുകളിൽ നിന്ന് ജനങ്ങളെ തങ്ങൾ പുറപ്പെടുവിച്ച് നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള റബ്ബ് അങ്ങനെ എല്ലാവിധത്തിലും മനുഷ്യനെ ശാരീരികമായും ആത്മീയമായും വളർത്തുന്ന റബ്ബ്, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും വളർത്തുന്ന റബ്ബ്, അവനെ സ്തുതിക്കുക തന്നെയല്ലേ ചിന്തിക്കുന്ന മനുഷ്യൻ വാസ്തവത്തിൽ ഏറ്റവും കൂടുതലായി ചെയ്യേണ്ടത്. സഹോദരന്മാരെ, അത് നമുക്ക് പലപ്പോഴും അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നുപോകും. കാരണം മനുഷ്യൻ പലപ്പോഴും നന്ദി കെട്ടവനാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ്. ചിന്തയില്ലാത്ത മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ്. നന്ദിയുള്ളവരോ അവരെപ്പോഴും അവർക്കെല്ലാം കൊടുത്ത രാജാവിനെ കുറിച്ച് എപ്പോഴും അവർ ചിന്തിക്കുന്നു. ആ രാജാവിനെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എത്ര ലാഭം കിട്ടുമ്പോഴും, എന്ത് നഷ്ടം വരുമ്പോഴും, ഏത് മുസീബത്തുണ്ടാകുമ്പോഴും, ഏത് നന്മകൾ ലഭിക്കുമ്പോഴും അവന്റെ നാവിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് മനസ്സിൽ പൊങ്ങി വരുന്നു. എപ്പോൾ പൊങ്ങി വരുന്നു? അല്ലാഹുവിലുള്ള വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമാകുമ്പോൾ. കേട്ടിട്ടില്ലേ നിങ്ങൾ? അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ദിവസം ഒരു പർവ്വതത്തിന്റെ ഭാഗത്തുകൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശൈഖിനെ കാണുകയാണ്, ഒരു വലിയ മഹാനെ കാണുകയാണ്. പ്രായം വളരെ കൂടുതലുള്ള ഒരാള്. സുബ്ഹാനല്ലാഹ്, കണ്ണിന് കാഴ്ചയില്ല, അദ്ദേഹത്തിന് കാതിന് കേൾവിയില്ല. പിന്നെയോ രണ്ട് കൈകളും മുറിക്കപ്പെട്ടതാണ്, രണ്ട് കൈകളുമില്ല, കാല് രണ്ടും തീരെ ഇല്ല. പിന്നെയോ അദ്ദേഹത്തിന് തളർവാദം പിടിച്ചിട്ട് കിടക്കുകയാണ്. ആ മനുഷ്യന് ഇടക്കിടക്ക് ബോധക്ഷയമുണ്ടാകുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്റെയും നിങ്ങളെയും മനസ്സ് സിട്ടാവായ റബ്ബിനെ സ്നേഹിക്കുന്ന മനസ്സാകണം. സിട്ടാവായ റബ്ബിലേക്ക് മനസ്സ് തിരിയണം. എപ്പോഴും പടച്ചവനെ സ്തുതിക്കുന്ന മനസ്സാകണം. എപ്പോഴും പടച്ചവനെ സ്തുതിക്കുന്ന നാവാകണം. എപ്പോഴും പടച്ചവനെ സ്തുതിച്ച് പറയുന്ന മനുഷ്യനാകണം. അതല്ലേ മുഅ്മിനായ മനുഷ്യൻ. അതിന് പകരം മനുഷ്യന്റെ സ്വഭാവം എന്താണ്? ചെറിയ തലവേദനയുണ്ടോ? കാണുന്നവരോടൊക്കെ എന്തൊരു തലവേദനയാണ്, സങ്കടം പറയുകയാണ്.
അല്ലേ എന്തെങ്കിലും ഒരു ചെറിയ ലാഭം കുറഞ്ഞിട്ടുണ്ടോ? കച്ചവടം വളരെ പോക്കാണ്. കച്ചവടം ഉള്ളതിനെ കുറിച്ച് പറയാറില്ല. അല്ല നിഅമത്ത് ചെയ്താൽ അതെടുത്ത് പറയില്ല. ചെറിയ മുസീബത്തുകൾ ഉണ്ടാകുമ്പോ അതിങ്ങനെ പാടി പറയുന്നവനല്ലേ മനുഷ്യൻ. വാസ്തവത്തിലെല്ലാം കൊടുക്കുന്നവൻ അള്ളയല്ലേ. ആ അള്ളാഹു തന്നതിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് മുസീബത്തുകൾ പരമാവധി മൂടി വെച്ച് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാതെ ദുഃഖം അതാ പ്രകടിപ്പിക്കാതെ മനക്കരുത്തോടുകൂടെ അല്ല തന്നത് വലുതാണ്, അല്ല തന്നുകൊണ്ടിരിക്കുന്നത് വലുതാണ്. എനിക്ക് കിട്ടിയതിനേക്കാൾ എത്രയോ കുറച്ച് കിട്ടിയവരില്ലേ, എനിക്ക് കിട്ടിയതുപോലെ കിട്ടാത്തവരില്ലേ എന്ന നിലക്ക് പടച്ചവനെ സ്നേഹിക്കുന്ന ചിന്ത, പടച്ചവനെ സ്തുതിക്കുന്ന ചിന്ത, അതല്ലേ മനസ്സിൽ മുഅ്മിനായ മനുഷ്യൻ വളരെ വളർത്തേണ്ടത്. അതിന് പകരം എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങൾ പാടിപ്പറയുന്ന സ്വഭാവം അത് മോശമല്ലേ? അതല്ലേ മഹാന്മാരായ സൂഫിയാക്കളും ആരിഫീങ്ങളും ഒക്കെ മോനെ നീ ഒരു കംപ്ലൈന്റ് പറയുന്നവനാകല്ല, നീ പടച്ചവനെ സ്തുതിക്കുന്നവനായി ജീവിക്കൂ എന്ന് നമ്മോട് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. എപ്പോഴും നല്ല മനസ്സംതൃപ്തിയോടെ മനസ്സമാധാനത്തോടെ മുഅ്മിനായ മനുഷ്യൻ ജീവിക്കുന്നു. കാരണം അവന് എന്ത് പ്രശ്നമുണ്ടായാലും അല്ലാഹ് എനിക്ക് തന്നത് വലുതാണ്, ഇത്ര കൊടുക്കാത്തവരെത്രയുണ്ടെന്ന ചിന്തയാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മേലെയുള്ളവരിലേക്ക് നോക്കാതെ താഴെയുള്ളവരിലേക്ക് നോക്കണമെന്ന് എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയ്യത്ത് ചെയ്തു. സഹോദരന്മാരെ, താഴോട്ട് നോക്കണം. എനിക്ക് അല്ലാഹു തആല ഒരു കട്ടപ്പര തന്നിട്ടുണ്ടല്ലോ. കട്ടപ്പരയും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. എന്നാൽ വീടില്ലാത്തവൻ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിലും റോട്ടിന്റെ പാർശ്വങ്ങളിലും ജീവിക്കുന്നവൻ അവൻ ചിന്തിക്കണം, എനിക്ക് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ടല്ലോ. തീരെ ഉറക്കു വരാതെ മാനസിക രോഗികളായിട്ട് അങ്ങാടിയിൽ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനെ ഓരോരുത്തരും താഴോട്ട് നോക്കണം. അപ്പോഴാണ് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ വലിപ്പം കാണുക. നേരെ മറിച്ചു ആർക്കും മതിയാകുന്നില്ല. പണക്കാർക്ക് തീരെ മതിയാകുന്നില്ല, ആരോഗ്യമുള്ളവന് ആരോഗ്യം മതിയാകുന്നില്ല, മക്കളുള്ളവന് മക്കൾ മതിയാകുന്നില്ല, ഒന്നും മതിയാകുന്നില്ല, ഒരിക്കലും മതിയാകുന്നില്ല. മതിയാകാതെ അങ്ങ് ജീവൻ പോവും. ഒരിക്കലും മനസ്സമാധാനമില്ലാതെ ജീവൻ പോവും. ഈമാനില്ലാത്ത മനുഷ്യൻ. നേരെ മറിച്ച് ശരിയായ ഈമാനും തഖ്വയും ഇൽമുമുള്ള മനുഷ്യൻ, അവന് അല്ലാഹ് കൊടുത്തത് വലുതാണ് വലുതാണെന്ന് ചിന്തിക്കുമ്പോ എന്തൊരു സമാധാനമാണ്, എന്തൊരു റാഹത്താണ്. മനസ്സിൽ എപ്പോഴും അവന്റെ മനസ്സിൽ കിട്ടുന്നൊക്കെ വലുതാണ് വലുതാണ് വലുതാണെന്ന ചിന്തയാണ്. ആ മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഓ മനുഷ്യ, ദുനിയാവും ആഖിറവും കിട്ടാനുള്ള വഴിയാ പറയുന്നത്. കുറെ പണമുള്ളത് കൊണ്ട് മനസ്സമാധാനം കിട്ടൂല, കുറെ അധികാരമുള്ളത് കൊണ്ട് മനസ്സമാധാനം കിട്ടൂല. മനസ്സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയണം. അള്ളാഹു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തയുള്ളവനാകണം. ആ ചിന്ത മനസ്സിലുള്ള മഹാന്മാരെ ചരിത്രങ്ങളിൽ നിന്ന് ബറക്കത്തിന് പറയുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിങ്ങനെ പോകുന്ന സമയത്ത് കണ്ട ശൈഖിന്റെ അവസ്ഥ എന്താണ്? കണ്ണിന് കാഴ്ചയില്ല, കാതിന് കേൾവിയില്ല, രണ്ട് കയ്യുമില്ല, കാലുമില്ല, തളർന്നു കിടക്കുന്ന ശരീരം, ഇടക്കിടക്ക് ബോധക്ഷയമുണ്ടാകുന്നു. അതോടുകൂടെ വലിയ കടന്നലുകൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ മാംസത്തിൽ ഇങ്ങനെ കടന്നൽ കുത്തുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പഴുത്തിട്ട് പുഴുക്കൾ ഇങ്ങനെ നെത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇങ്ങനെ ദിക്ർ ചൊല്ലുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ദിക്ർ? അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. സർവസ്തുതി അല്ലാഹുവിനാണ്, സർവസ്തുതി അല്ലാഹുവിനാണ്, സർവസ്തുതി അല്ലാഹുവിനാണ് എന്നിങ്ങനെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഫാനി മിമ്മ ബതുലിയ ബിഹി കസീറുൻ മിൻ ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് പല സൃഷ്ടികൾക്കും അല്ലാഹു കൊടുത്ത മുസീബത്ത് എനിക്കല്ല തന്നിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ പല സൃഷ്ടികൾക്കും അല്ലാഹു കൊടുത്ത മുസീബത്ത് അല്ലാഹു എനിക്ക് തന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മെല്ലെ അദ്ദേഹത്തിന്റെ അടുക്ക പോയിട്ട് ചോദിച്ചു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു,
അടുത്ത് എന്ന് ചോദിച്ചു, ദൂരെ എന്ന് ചോദിച്ചാൽ കേൾക്കുന്ന കേൾവി അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് ഞാൻ സമീപത്ത് എന്നിട്ട് ഉറക്കെ ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നു പലർക്കുമുള്ള മുസീബത്തൊന്നും അള്ളാഹ് എനിക്ക് തന്നിട്ടില്ല, അള്ളാഹു എനിക്ക് വലിയ സുഖം തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ഈ എന്ത് വിഷയത്തിൽ, ഏത് മുസീബത്തിൽ നിന്നാണ് അള്ളാഹ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് ചോദിച്ചു. കാരണം കയ്യും മുറിഞ്ഞിട്ടുണ്ട്, കാലും മുറിഞ്ഞിട്ടുണ്ട്, കാതിന് കേൾവിയില്ല, കണ്ണിന് കാഴ്ചയില്ല, എന്നിട്ട് ശരീരത്തിന് പുഴുങ്ങനെ നെത്തുന്നുണ്ട്, കടന്നലിങ്ങനെ കൊത്തുന്നുണ്ട്, ഇടക്കിടക്ക് ബോധക്ഷയം ഉണ്ടാകുന്നുണ്ട്. ഈ മനുഷ്യനാണല്ലോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ ചോദിച്ചു, എന്ത് മുസീബത്തിലാണ് അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തിയത്? അദ്ദേഹം ഉടനെ തന്നെ എന്നോട് പറയുകയാണ്, വല്ലാഹി മാജിദു ജമീഅൽ ബലായ ഇല്ലാ മുഹീത്തുൻ ബിക. ഞാൻ പറഞ്ഞു, അല്ലാഹനെ തന്നെ സത്യം, നിങ്ങളെക്കൊള്ള നോക്കുമ്പോ എല്ലാ മുസീബത്തും നിങ്ങൾക്ക് ഇറങ്ങിയതല്ലേ കാണുന്നത്, എന്നിട്ട് പിന്നെ എന്ത് മുസീബത്തിൽ നിന്നാണ് അല്ലാഹു നിങ്ങൾക്ക് കാവല് തന്നു നിങ്ങൾ പറയുന്നത്? എന്നെക്കൊള്ള ഒരൊറ്റ നോട്ടം അദ്ദേഹം, ആ നോട്ടം നോക്കിയിട്ട് എന്നോട് പറയാണ്, വിവരം കെട്ട മനുഷ്യ പോടാ, അല്ലാഹു തആല എനിക്ക് തന്ന അനുഗ്രഹം നീ കണ്ടില്ല അല്ലേ, അല്ലാഹു എനിക്ക് തന്ന സുഖം നീ കണ്ടില്ല അല്ലേ? فإنه عافاني إذ أطلق لساني لسانا يوحده وقلبا يعرفه. എനിക്ക് അല്ലാഹു തആല അല്ലാഹുവിനെ അറിയാനുള്ള ഈമാനുള്ള മനസ്സ് തന്നില്ലേ? ആ പടച്ചവനെ പുകഴ്ത്തിയിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള നാവും തന്നില്ലേ? എനിക്കെന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിവരം, ഈമാനിന്റെ വെളിച്ചം തന്നില്ലേ? അവനെ പുകഴ്ത്തിയിട്ട് അൽഹംദുലില്ലാ പറയാനുള്ള നാവും അല്ലാഹു തആല തന്നില്ലേ? അതെ, അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ സെക്കൻഡിലും ആ അല്ലാഹുവിനെ ഓർമ്മിക്കുകയും ആ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ പറയുന്നു. ഹമിദുലില്ലാഹി റബ്ബി ഇദ് ഹദാനി ഇലൽ ഇസ്ലാമി വദ്ദീനിൽ ഹനീഫി. ശരിയായ ഇസ്ലാം ദീനിലേക്കും, അതേ ഇസ്ലാമിലേക്കും ശരിയായ ദീനിലേക്കും എന്നെ എന്റെ റബ്ബ് സന്മാർഗത്തിലാക്കിയില്ലേ? ഞാൻ അവനെ സ്തുതിക്കുന്നു. ഫയദ്കുറുഹു ലിസാനി കുല്ല വഖ്തി വയഅരിഫുഹു ഫുആദി ബില്ലതീഫി. എന്റെ നാവ് കൊണ്ട് ഞാൻ ആ റബ്ബിനെ പുകഴ്ത്തി ഇങ്ങനെ ഓരോ സെക്കൻഡിലും പറയുന്നു. ഞാൻ ആ റബ്ബിനെ അറിഞ്ഞിട്ടുള്ള മനസമാധാനത്തോടെ എന്റെ റബ്ബിനിക്കെന്ത് മുസീബത്ത് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും മുസീബത്തല്ല, അതിനൊക്കെ പടച്ചവന്റെ അടുക്കൽ എനിക്ക് ദറജ കിട്ടും, കൂലി കിട്ടും, ആഖിറത്തിൽ പ്രതിഫലം കിട്ടും. ഏതായാലും ഞാൻ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് പുഴുക്കൾ തിന്നുപോകുന്ന ശരീരത്തിന്റെ ഉടമയല്ലേ? ശരീരം ഏതായാലും കെട്ടുനാറുന്നതല്ലേ? എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ വേർപെടുന്നതല്ലേ? ഇവിടെ കൈയായിട്ടുണ്ടെങ്കിലും കൈ ഒരു ദിവസം മുറിഞ്ഞു പോകുന്നതല്ലേ? എല്ലുകൾ ദ്രവിച്ചു പോകുന്നതല്ലേ? വാസ്തവത്തിൽ ഒരിക്കലും തന്നെ പിന്നീട് ദ്രവിക്കാത്ത വിധത്തിൽ, പിന്നീട് പുഴുക്കൾ വരാത്ത വിധത്തിൽ, പിന്നീട് ഒരു ശല്യവുമില്ലാത്ത വിധത്തിൽ എന്നെന്നും ജീവിക്കാനുള്ളൊരു ജീവിതം എനിക്ക് സന്തോഷത്തോടെ തരാൻ ആവശ്യമായ ഈമാനിന്റെ വെളിച്ചം എന്റെ രാജാവിന്റെ മനസ്സിൽ തന്നിട്ടില്ലേ? ഇവിടെ ഒരു ചുരുങ്ങിയ കാലഘട്ടം അങ്ങ് ജീവിച്ചു തീർന്നു പോകുന്നതല്ലേ? നിലനിൽക്കുന്ന ലോകം എനിക്കെന്നുമുള്ളതല്ലേ? ആ ലോകത്തേക്ക് ആവശ്യമായ അനുഗ്രഹം എനിക്കെന്റെ രാജാവ് തന്നിട്ടില്ലേ? ആ രാജാവിനെ പുകഴ്ത്തി പറയാനുള്ള നാവും ആരോഗ്യവും എന്റെ രാജാവ് തന്നിട്ടില്ലേ? ഞാൻ സന്തോഷവാൻ തന്നെ. നേരെ മറിച്ച് നല്ല ആരോഗ്യമുണ്ട്, പണമുണ്ട്, ഭംഗിയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അതാ അവസാനിക്കാത്ത കാലം, അവസാനിക്കാത്ത ലോകം, അത് കോടിക്കോടി കൊല്ലമല്ല,
അതേ കോടിക്കോടി വർഷമല്ല, തീരാത്ത കാലമല്ലേ പാരത്രിക ലോകം. ആ ലോകത്ത് സുന്ദരമായി ജീവിക്കാൻ കഴിയാതെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഉരുണ്ട് മറിയേണ്ടി വരുന്ന സാഹചര്യമുള്ള കുഫറിന്റെ ഇരുട്ട്, അവിശ്വാസത്തിന്റെ ഇരുട്ട്, സത്യനിഷേധത്തിന്റെ ഇരുട്ട്, വിവരക്കേടിന്റെ ഇരുട്ട്, അത് അക്രമത്തിന്റെ ഇരുട്ട്. ആ ഇരുട്ടിൽ അല്ലാഹ് എന്നെ പെടുത്താതെ ഈമാനിന്റെ വെളിച്ചത്തിൽ പെടുത്തിയിട്ടില്ലേ? അദ്ദേഹം പിന്നെയും അൽഹംദുലില്ലാഹ് 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 എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലുകയാണ്. ഉമ്മമാരെ, എപ്പോഴും മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവനാകണം. അല്ലാഹു ജല്ല ജലാലുഹു അവനെപ്പോഴും സ്തുതിക്കേണ്ടവനാണ് അവന്റെ അടിമ. പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പ്രാർത്ഥന അഫ്ളലുദ് ദുആഇ അൽഹംദുലില്ലാഹ്. പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പ്രാർത്ഥന അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്നതത്രേ. എന്താണ് അല്ലാഹുവിനെ സ്തുതിക്കുമ്പോൾ? ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നെ സ്തുതിക്കുമ്പോൾ ഞാൻ കൂടുതൽ തന്നുകൊണ്ടിരിക്കും എന്നല്ലേ? എനിക്ക് നന്ദി ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ തന്നുകൊണ്ടിരിക്കുമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്? അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നന്ദി പ്രകടനമാണ്. അതിന് അനുസരിച്ച് അല്ലാഹു തആല കൂടുതൽ കൂടുതൽ ദുനിയാവും തരും, ആഖിറവും തരും. സഹോദരന്മാരെ, ചിലര് മനസ്സിൽ ചെറിയ സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അപ്പൊ അൽഹംദുലില്ലാഹ് പറയും. എന്തൊക്കെ ഒരു ചെറിയ പ്രശ്നമായാൽ പിന്നെ അല്ലാഹനെ മറന്നുപോയി. അങ്ങനെയാകാൻ പാടില്ല. സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്ത്, ദുഃഖം വരാൻ സാധ്യതയുള്ള സമയങ്ങളിലും ഒക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കണം. ആ അനുഗ്രഹത്തിന് നന്ദി, ഏറ്റവും വലിയ നന്ദിയാണ് അൽഹംദുലില്ലാഹ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തൊരു സംസ്കാരമാണ് അറബികളുടെ സംസ്കാരം. നിങ്ങൾ മകൻ മരിച്ച ഉടനെ ഒരു ബാപ്പയോട് പോയിട്ട് അസ്സലാമു അലൈക്കും കൈഫ ഹാലക് ചോദിച്ചു നോക്കൂ, അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്തൊരു സംസ്കാരമാണ്! അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച ആ ഈമാനിന്റെ വെളിച്ചം അവരുടെ നാവിലൂടെ എപ്പോഴും പുറത്തു വരും. നമ്മളെ ഹാൽ എന്താണ്? നമ്മൾ എല്ലാ സുഖവും ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയാ വിവരം? ഒരുവിധം തിരക്കേടില്ല. എങ്ങനെ എല്ലാ നിയമത്തും അല്ലാഹു ചെയ്തിട്ട് സുഖസുന്ദരമായി ജീവിക്കുമ്പോ പോയി ചോദിച്ചാല് അങ്ങനെയാ പറയൂ, ഒരുവിധം തിരക്കുള്ള. വേറെ ചിലര് അങ്ങനെ പോന്നു, താട്ടിമുട്ടി പോന്നു. ഇത്ര നന്ദി കെട്ട വർത്തമാനം. നേരെ മറിച്ച് അറബികളുടെ സംസ്കാരം നോക്ക്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസ്കാരം. ഏത് സന്ദർഭത്തിൽ പോയി ചോദിച്ചാൽ കൈഫ് ഹാലക്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് ദുനിയാവിലും നിഅമത്ത് ചെയ്തു, ആഖിറത്തിലും നിഅമത്ത് കിട്ടാൻ അവർ അർഹരല്ലേ? അൽഹംദുലില്ലാഹ് എപ്പോഴും പറയണം മനുഷ്യൻ, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കുക. അത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഹ്മദുൽ ഹാമിദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഒരു പേര് തന്നെ കൊടുത്തിട്ടുള്ളത് ഖുർആനിൽ നിങ്ങൾ ഓതിയില്ലേ, വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അതേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം വിവരം മറ്റുള്ളവർക്ക് അറിയിക്കുന്നു, ഒരു വലിയ റസൂല് വരാനുണ്ട്. യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ആ റസൂലിന്റെ പേര് അഹ്മദ് എന്നാണ്. അഹ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആള്. അല്ലാഹുവിനെ ഏറ്റവും സ്തുതിച്ചിട്ടുള്ള ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹുവിനെ സ്തുതിച്ചിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളും അവിടുത്തെ കൊടി കീഴിലാണ്. ആ കൊടിയുടെ പേര് തന്നെ ലിവാഉൽ ഹംദ് എന്നാണ് കേട്ടോ. സ്തുതിയുടെ പതാക. ലോകത്ത് ഏറ്റവും വലിയ സ്തുതിച്ചിട്ടുള്ള മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിക്കുന്ന ആഖിറത്തിലുള്ള പതാക. ആ
പതാകയുടെ പേര് തന്നെ ലിവാഉൽ ഹംദ്, സ്തുതിയുടെ പതാക. അങ്ങനെ സ്തുതിയുടെ പതാകവാഹകനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് അല്ലാഹുവിനെ സ്തുതിച്ചിട്ടുള്ള അവന്റെ അടിമകൾ അവരെല്ലാവരും, അതിലെല്ലാ അമ്പിയാക്കളുമുണ്ട്, എല്ലാ ഔലിയാക്കളുമുണ്ട്, എല്ലാ ആലിമീങ്ങളുമുണ്ട്, എല്ലാ മുഅ്മിനീങ്ങളുമുണ്ട്, മുഅ്മിനാത്തുകളുമുണ്ട്. അല്ലാഹുവിനെ സ്തുതിക്കുന്ന മഹാന്മാര് മുഴുവനും ഏറ്റവും സ്തുതി നടത്തിയിട്ടുള്ള നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്തുതിയുടെ പതാക എന്ന പേരിൽ പറയപ്പെടുന്ന ലിവാഉൽ ഹംദിന്റെ കീഴിൽ അല്ലാഹു കൊണ്ടുപോയി അല്ലാഹുവിനെ സ്തുതിച്ച മുഴുവൻ ആളുകളെയും നിർത്തുന്നു. അതല്ലേ ലിവാഉൽ ഹംദിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടിത്തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് സഹോദരന്മാരെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഹംദ് ചെയ്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ ഉമ്മത്തുകൾക്ക് ഒരു പേരുണ്ട്, ഹമ്മാദീങ്ങൾ എന്നാണ് പേര്. ഹദീസിൽ തന്നെ കാണാം, അന്ന ഉമ്മത്തഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ ഹമ്മാദീങ്ങളാണ്. പടച്ചവനെ ധാരാളം സ്തുതിക്കുന്ന ആളുകളാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, അത്തായിബൂനൽ ആബിദൂനൽ ഹമീദൂൻ, പടച്ചവനിലേക്ക് ധാരാളം ഖേദിച്ചു മടങ്ങുന്നവർ. അൽ ആബിദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നവർ. അൽ ഹാമിദൂൻ, പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവർ. അങ്ങനെയാണല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകൾ ഈമാനും തഖ്വയുമുള്ള ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതിവ് സന്തോഷം വന്നാൽ അവിടുന്ന് പറയും, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. സർവസ്തുതിയും അല്ലാഹുവിനാണ്, അവന്റെ അനുഗ്രഹം കൊണ്ടാണ് നല്ല കാര്യങ്ങളൊക്കെ പൂർണ്ണമാകുന്നതെന്ന് പറയും. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിന് ചെറിയ വിഷമമുള്ള കാര്യം വന്നാൽ അവിടുന്ന് പറയും, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സർവ അവസ്ഥയിലും സർവസ്തുതിയും അല്ലാഹുവിന് തന്നെ. മറ്റൊരു റിപ്പോർട്ട്, റബ്ബി അഊദു ബിക മിൻ ഹാലി അഹ്ലിൻ നാർ, ഏറ്റവും മോശമായ അവസ്ഥയുള്ളത് നരകക്കാർക്കാണല്ലോ. അവരുടെ അവസ്ഥയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. മറ്റുള്ളവരുടെ എല്ലാ അവസ്ഥകളും സന്തോഷമുള്ളത് തന്നെ, വിഷമമുള്ള അവസ്ഥ നരകക്കാരുടേത് തന്നെ. അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് കാവല് ചോദിക്കുന്നു അല്ലാഹ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അതാ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന സ്ഥലത്തും ഇന്ന അവ്വലമാ യുദ്ആ ഇലൽ ജന്നതി യൗമൽ ഖിയാമത്തി അല്ലദീന യഹ്മിദൂനല്ലാഹ തആല ഫിസ്സറാഇ വദ്ദറാ. സന്തോഷമുള്ള സമയത്തും പടച്ചവനെ സ്തുതിക്കുന്നവനാകണം, ദുഃഖമുള്ള സമയത്തും പടച്ചവനെ സ്തുതിക്കുന്നവനാകണം. അങ്ങനെ സ്തുതിക്കുന്ന ആളുകളെയാണ് സ്വർഗത്തിലേക്ക് പ്രത്യേകമായി വിളിക്കപ്പെടുന്നത്, ആദ്യമായി വിളിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് ഹദീസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അൽഹംദു ശുക്രി, അല്ലാഹുവിനെ സ്തുതിക്കുക എന്നത് അത് അല്ലാഹുവിന് ചെയ്യുന്ന നന്ദിയുടെ ഹെഡാണ്, തലയാണ് കേട്ടോ. എപ്പോഴും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അത് വർദ്ധിപ്പിക്കുന്നവരോട് അല്ലാഹുവിന് എന്തൊരു തൃപ്തിയാണ്. ഇന്നല്ലാഹ തആല യുഹിബ്ബു അൻ യുഹ്മദ്, അല്ലാഹുവിനെ സ്തുതിക്കപ്പെടുക എന്ന് അല്ലാഹുവിന് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് പറയുന്നവരോട് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, എപ്പോഴും വേണം സ്തുതി. എന്നാൽ പ്രത്യേകം സ്തുതിക്കൽ സുന്നത്തുള്ള ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സ്തുതിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പറയും, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ, നമ്മളെ ഭക്ഷിപ്പിച്ചിട്ടുള്ള അല്ലാഹുവിനാണ് സർവസ്തുതിയും. വസഖാനാ, നമുക്ക് വെള്ളം തന്നിട്ടുള്ള പടച്ചവനാണ് സർവസ്തുതിയും. വകഫാനാ, നമ്മളെ മതിവാക്കിയിട്ടുള്ള റബ്ബിനിക്കാണ് സർവസ്തുതിയും. വആവാനാ, നമുക്ക് അഭയം നൽകിയിട്ടുള്ള റബ്ബിനാണ് സർവസ്തുതിയും. എത്ര ആളുണ്ട് പടച്ചവനെ ഏറ്റെടുക്കാത്തവർ, എത്ര ആളുണ്ട് അല്ലാഹുവിന്റെ കാവൽ ലഭിക്കാത്തവർ. സഹോദരന്മാരെ, അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ പറയും അൽഹംദുലില്ലാഹില്ലദീ
الذي أطعمنا وسقانا وجعلنا من المسلمين. നമ്മളെ ഭക്ഷിപ്പിക്കുകയും വെള്ളം തരികയും ഞങ്ങളെ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവിടുന്ന് കണ്ണാടി നോക്കുന്ന സമയത്ത് പറയും അൽഹംദുലില്ലാഹില്ലദീ സവ്വാ ഖൽഖി ഫഅദലഹു വകറമ സൂറത വജ്ഹി ഫഹസനഹാ വജഅലനീ മിനൽ മുസ്ലിമീൻ. എന്റെ സൃഷ്ടിപ്പിനെ നന്നാക്കിയിട്ടുള്ള പടച്ച റബ്ബിന് തന്നെയാണ് സർവസ്തുതിയും. എന്റെ മുഖത്തെ ആദരിച്ചിട്ടുള്ള അതിനെ നന്നാക്കിയിട്ടുള്ള റബ്ബിന് തന്നെയാണ് സർവസ്തുതിയും. അവൻ എന്നെ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ അൽഹംദുലില്ലാഹില്ലദീ ഹസ്സന ഖൽഖി വഖുലുഖി വസാന മിന്നി മാ സാന ഗൈരി ഇങ്ങനെ കണ്ണാടി നോക്കുന്ന സമയത്ത് പറയും. അതുപോലെ ഓരോ സന്ദർഭങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുക തന്നെ. ധാരാളം പറയാനുണ്ട് ഈ വിഷയത്തിൽ, ചുരുക്കി പറയുകയാണ്. അവിടുന്ന് രാത്രിയിൽ എഴുന്നേറ്റ് എന്ന് പറയും, അല്ലാതെയും പറയും അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, നീ ആകാശങ്ങളെയും ഭൂമികളെയും അതിലുള്ളതിനെയും എല്ലാം നോക്കി നടത്തുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ്. വലക്കൽ ഹംദു അൻത റബ്ബുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, നീ ആകാശങ്ങളും ഭൂമികളും എല്ലാം പോറ്റി വളർത്തുന്ന രാജാവാണ്, അവകളിലുള്ളതിനെയും പോറ്റി വളർത്തുന്ന രാജാവാണ്. വലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന. ആകാശങ്ങളെയും ഭൂമികളുടെയും എല്ലാം വെളിച്ചം കൊടുക്കുന്നവനാണ് നീ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ എത്ര സ്തുതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്തുതിക്കാറുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, റബ്ബിൽ ആലമീൻ, റബ്ബിൽ മുസ്ലിമീൻ എന്നല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ എന്നല്ല. കാരണം ഇസ്ലാം വർഗീയതയുടെ മതമല്ല, ഇസ്ലാം പക്ഷപാതത്തിന്റെ ആശയമല്ല. ഫാത്തിഹ സൂറത്ത് അതിലേക്ക് പക്ഷപാതത്തിലേക്കും വർഗീയതയിലേക്കും വിരൽ ചൂണ്ടുന്നില്ല. മറിച്ച് സൂറത്തുൽ ഫാത്തിഹ വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ്? പടച്ചവന്റെ വിശാലമായ കാരുണ്യത്തിലേക്കാണ്, പടച്ചവന്റെ വിശാലമായ കൊടുതിയിലേക്കാണ്. അല്ലാഹു തആല ആലമീങ്ങളുടെ റബ്ബ് എന്നാ പരിചയപ്പെടുത്തിയത്. ലോകത്തിന്റെ മുഴുവനും റബ്ബ്, ഹിന്ദുവിന്റെ റബ്ബാണ് അല്ലാഹു തആല, ക്രിസ്ത്യാനിയുടെ റബ്ബാണ് അല്ലാഹു തആല, യുക്തിവാദിയുടെ റബ്ബാണ് അല്ലാഹു തആല, മതവിരോധിയുടെ റബ്ബാണ് അല്ലാഹു തആല, റബ്ബിനെ നിഷേധിക്കുന്നവന്റെ റബ്ബാണ് അല്ലാഹു തആല, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും റബ്ബാണ് അല്ലാഹു തആല. എല്ലാവരെയും പടച്ചത് അല്ലാഹുവാ, എല്ലാവർക്കും കൊടുക്കുന്നവൻ അല്ലാഹുവാ. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിന്റെ ആശയം പഠിക്കുന്ന ഒരു മുസ്ലിം വർഗീയവാദിയാവുകയില്ല, ഭീകരവാദിയാവുകയില്ല. കാരണം ഹിന്ദുവിനെ പോറ്റി വളർത്തുന്നവനാരാ? അല്ലാഹുവാ. ക്രിസ്ത്യാനിയെ പോറ്റി വളർത്തുന്നവനാരാ? അല്ലാഹുവാ. യുക്തിവാദിയെ പോറ്റി വളർത്തുന്നവനാരാ? അല്ലാഹുവാ. മതമുള്ളവരെയും മതമില്ലാത്തവരെയും, സുന്നിയെയും സുന്നി അല്ലാത്തവനെയും, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പോറ്റി വളർത്തുന്നവൻ അല്ലാഹുവാ. അതുകൊണ്ട് തന്നെ അക്രമത്തിന്റെ, മർദ്ദനത്തിന്റെ, പക്ഷപാതത്തിന്റെ, വർഗീയതയുടെ അങ്ങനത്തെ യാതൊരാശയങ്ങളും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂക്തം പഠിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിൽ കടന്നു വരാൻ സാധ്യതയില്ല, അറിവുള്ളവന്റെ മനസ്സിൽ കടന്നു വരാൻ സാധ്യതയില്ല. എല്ലാവരെയും പോറ്റി വളർത്തുന്നവൻ എന്നാണ്, അല്ലാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ മാത്രം റബ്ബാണ് അല്ലാഹു എന്നല്ല. അല്ലാഹുവിന്റെ കൊടുതി വിശാലമാണ്, അവന്റെ അനുഗ്രഹം വിശാലമാണ്, അവന്റെ നയം വിശാലമാണ്. പക്ഷേ ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ, അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഈമാനിന്റെ അനുഗ്രഹമാണ്. അത് അല്ലാഹു തആല ഉദ്ദേശിച്ചവൻ തെരഞ്ഞെടുത്തവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതേ സമയത്ത് ഭൗതികമായ ലോകത്ത് അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ അനുഗ്രഹങ്ങൾ, ഭൗതികമായ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നവനാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകങ്ങളുടെ മുഴുവനും റബ്ബാണെന്ന് പറഞ്ഞില്ലേ? അല്ലാഹുമ്മ റബ്ബനാ വറബ്ബ കുല്ലി ശൈഇ, സർവ്വവസ്തുവിന്റെയും റബ്ബായ അല്ലാഹുവേ, അന ശഹീദുൻ അന്നക റബ്ബു വഹ്ദക ലാ ശരീക ലക്. അല്ലാഹുവേ, ഞാൻ സാക്ഷിയാണ്, അന്നക റബ്ബു, നീ മാത്രമാണ് റബ്ബ്, വഹ്ദക, നീ ഒരുവനാണ്, ലാ ശരീക ലക്, നിനക്ക് കൂറുകാരനില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകമാണ്, اللهم ربنا ورب كل شيء انا شهيد ان محمدا عبدك ورسولك. അല്ലാഹുവേ,
ഞങ്ങളുടെ റബ്ബായവനെ, വറബ്ബ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുവിന്റെയും റബ്ബായവനെ, അന ഷഹീദുൻ, ഞാൻ സാക്ഷിയാണ്, അന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണ്, നിന്റെ അടിമയാണ്, നിന്റെ റസൂലാണ്. അല്ലാഹുമ്മ റബ്ബനാ വറബ്ബ കുല്ലി ശൈഇൻ അന ഷഹീദുൻ അന്നൽ ഇബാദ കുല്ലുഹും ഇഖ്വാ. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, എല്ലാ വസ്തുവിന്റെയും റബ്ബേ, ഞാൻ സാക്ഷിയാണ്, നിന്റെ അടിമകളെല്ലാം സഹോദരന്മാരാണ്, നിന്റെ അടിമകളെല്ലാം സഹോദരന്മാരാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ജാതി, മത, വർഗ, വർണ്ണ, ദേശഭാഷ, രാഷ്ട്രീയ വ്യത്യാസമന്യേ നിങ്ങൾ ഏത് മതക്കാരനായാലും, ഏത് പ്രസ്ഥാനക്കാരനായാലും, ഏത് ദേശക്കാരനായാലും, ഏത് ഭാഷക്കാരനായാലും, ഏത് പാർട്ടിക്കാരനായാലും, ഏത് കക്ഷിയായാലും, ഏത് കളറുള്ളവനായാലും, ഓ മക്കളെ, നിങ്ങളെല്ലാം ഒരച്ഛനമ്മമാരുടെ മക്കളാണ്, ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്. നിങ്ങൾക്കിടയിൽ പല വേർതിരിവുകളും തന്നത് പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങൾക്ക് കുടുംബപരമായ അതുപോലെ ഗോത്രപരമായ വേർതിരിവുകളൊക്കെ തിരിച്ചറിയാനാണ്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ കറാമത്തുള്ളവർ, ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവർ, അതേറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭക്തിയോടുകൂടെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ടും അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ടും അവനെ അനുസരിച്ചുകൊണ്ടും ജീവിക്കുന്നവരാണ് കേട്ടോ. വിശാലമായ ഈ കാഴ്ചപ്പാടല്ലേ സഹോദരന്മാരെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ ലോകത്തിന്റെയും റബ്ബാണ്. ലോകങ്ങൾ പലതാണ്. ഗോളത്തിന്റെ ഒരു ലോകമില്ലേ? അതൊരു വലിയ ലോകമല്ലേ സഹോദരന്മാരെ? ഇനിയോ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിന്റെ ലോകമില്ലേ? അതുപോലെ ആലമുൽ മലകൂത്ത്, ആലമുൽ ജബറൂത്ത്, ആലമുൽ അർശ്, ആലമുൽ കുർസി, ആലമുൽ ഖലം, ആലമുൽ ലൗഹ്, ആലമുൽ മിസാൽ, ആലമുൽ ബർസഖ്, ഇങ്ങനെ എത്ര ലോകമുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരു ദിവസത്തെ വാലിൽ പറയാൻ കഴിയുമോ? അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഉപരിലോകമില്ലേ? ഉപരിലോകത്തുള്ള വസ്തുക്കളെ കുറിച്ച് ഗവേഷണം ചെയ്തിട്ട് ഇന്ന് വരെ ശാസ്ത്രത്തിന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞോ? പറഞ്ഞത് തന്നെ പലപ്പോഴും മാറ്റി പറയേണ്ടി വന്നില്ലേ? അല്ലാഹുവിന്റെ ലോകങ്ങൾ എത്രയാണ് സഹോദരന്മാരെ. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ആ ലോകങ്ങളിൽ തന്നെ ആത്മീയ ലോകമില്ലേ? ആലമുൽ അർവാഹ്, ആലമുൽ ദുർർ എന്ന് പറഞ്ഞ് മറ്റൊരു ലോകമില്ലേ? ആലമുൽ അസ്ലാബില്ലേ? ആലമുർ റഹ്മില്ലേ? ആലമുൽ ദുനിയയില്ലേ? ആലമുൽ നൗമില്ലേ? ഇങ്ങനെ ഒരുപാട് ലോകങ്ങളുണ്ട്. ആ ലോകങ്ങളെ കുറിച്ചൊക്കെ ഒരാഴ്ചത്തെ ബാനിലൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വിഷയമല്ല. ഞാൻ ഒന്ന് രണ്ടെണ്ണം ഉദാഹരണത്തിന് പറയുന്നു. ആലമുൽ ദർർ, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. അതേ ഷഹീദിനാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ആലമുൽ ദർർ എന്ന് പറഞ്ഞാലോ അതേ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് നിങ്ങൾ വെറും അണുക്കളെ പോലെയുള്ള ഒരു കാലം നിങ്ങളെ ആ മുതുകിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നൊരു സന്ദർഭം. എന്നിട്ടോ നിങ്ങളെ എല്ലാം മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളോട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? അതേ അണുക്കളുടെ ലോകമാണ്. ആദം നബിയുടെ മുതുകിൽ നിന്ന് അല്ലാഹു പുറത്തു കൊണ്ടുവന്നതാണ്. എന്നിട്ട് ആ അണുക്കളുടെ ലോകമായിരുന്ന കാലത്ത്, നമ്മൾ അണുക്കളുടെ ലോകത്തായിരുന്ന കാലത്ത് അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? ഖാലൂ ബലാ. ആ ലോകത്ത് വെച്ച് നമ്മൾ എല്ലാവരും മറുപടി പറയാണ്, അതെ നീ ഞങ്ങളെ റബ്ബ് തന്നെ. ഷഹീദിനാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നിങ്ങൾക്ക് അങ്ങനെ ഈ ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് നിങ്ങൾ എല്ലാവരെയും പുറത്തു കൊണ്ടുവന്നിട്ട് നിങ്ങളോടൊരു ചോദ്യവും മറുപടിയും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ലോകം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആലമുൽ ദർർ അഥവാ ദുർരിയ്യത്തുകളുടെ ലോകം, അല്ലെങ്കിൽ അണുക്കളുടെ ലോകം. ആ ലോകം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ
മറ്റൊരു ലോകമുണ്ട്, നമുക്ക് തന്നെ കഴിഞ്ഞുപോയ ലോകമാണ്. അത് അസ്ലാബിന്റെ ലോകമാണ്, ബാപ്പമാരുടെ മുതുകിലിരിക്കുന്ന കാലം. അതേ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ നിങ്ങളെ നമ്മൾ ചുമന്നു എന്നല്ല പറയുന്നു. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ബാപ്പമാരുടെ മുതുകുകളിലുള്ള ലോകത്തായിരുന്നു. ഇനി സഹോദരന്മാരെ, അങ്ങനെ ഒരു ലോകം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓർക്കണം, നമുക്കൊരാത്മീയ ലോകമില്ലേ? ആത്മാവും ശരീരവും ഒന്നാണോ? അത് വലിയ വിഷയമാണ്. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഒറ്റവാക്കിൽ പറയട്ടെ, മനുഷ്യന്റെ ശരീരത്തിന്റെ സൃഷ്ടിപ്പല്ലേ മാതാവിന്റെ വയറ്റിൽ വെച്ച് നടക്കുന്നത്? അത് 4 മാസമല്ലേ ബോഡിപ്പണി? ബോഡിപ്പണി നടക്കുന്നത് 4 മാസത്തോളം നടക്കുന്നു. ആ 4 മാസം ബോഡിപ്പണി കഴിഞ്ഞാൽ അപ്പോഴല്ലേ ആത്മാവെന്ന് പറയുന്ന ഡ്രൈവറെ ആ വാഹനത്തിലേക്ക് കൊണ്ടുവന്ന് മലക്കുകൾ നിക്ഷേപിക്കുന്നത്. ഉമ്മയുടെ വയറാകുന്ന വർക്ക് ഷാപ്പിൽ വെച്ച് അതേ നടക്കുന്നു ഒരു ബോഡിപ്പണി. ആ ബോഡിപ്പണി നടക്കുന്ന ഈ ഓടുന്ന വണ്ടിയുണ്ടല്ലോ, ഈ ശരീരമുണ്ടല്ലോ, ആ വണ്ടി ഓട്ടാൻ ഒരു ഡ്രൈവർ വേണ്ടേ? ആ ഡ്രൈവറാണ് ആത്മാവ്. ഡ്രൈവർ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് ഇവിടെ. അതാണ് ആത്മീയ ലോകത്ത് നമ്മൾ നേരത്തെ തന്നെ ഉണ്ട്. കണ്ടില്ലേ നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അതേ ഉത്തരം ചെയ്തും കൊണ്ട് ആർക്കാണ് ഉത്തരം ചെയ്യുന്നത്? അല്ലാഹുവിനല്ലേ. എപ്പോഴാ വിളിച്ചത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമല്ലേ. മക്കളെ, 4000 കൊല്ലം മുമ്പ് മക്കയിൽ നിന്ന് വിളിക്കുമ്പോ പേരോട് അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? വയസ്സെത്രയുണ്ട്? വയസ്സ് 47. പിന്നെ 4000 കൊല്ലം മുമ്പ് എങ്ങനെ ഉണ്ടായി? മോനെ, 47 വയസ്സുള്ളത് ഈ ശരീരത്തിനാണ്. ആത്മാവിന്റെ വയസ്സ് 47 അല്ല, 4700 അല്ല. അതേ, ആത്മാവിന്റെ വയസ്സ് അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ നിന്ന് വിളിച്ചപ്പോഴല്ലേ ആത്മാക്കൾ കേട്ടത്? ആത്മാവിന് കേൾക്കാൻ കാതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ചിലരും മരിച്ചാ കേൾക്കുകയില്ലെന്ന് പറയുന്നവരില്ലേ? അവരെ ന്യായം എന്താണ്? കാതൊക്കെ അങ്ങ് ദ്രവിച്ചു പോയിട്ടുണ്ടാവുകയില്ലേ എന്നാണ്. കാതുണ്ടാകില്ലല്ലോ എന്നാണ്. മോനെ, ആത്മാവിന്റെ കേൾവിക്ക് കാത് വേണോ? ആത്മാവിന്റെ കേൾവിക്ക് ശരീരം വേണോ? 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ചപ്പോ കേൾക്കുമ്പോ നിനക്ക് കാതുണ്ടായിരുന്നോ? നിനക്ക് മൂക്കുണ്ടായിരുന്നോ? നീയുണ്ടായിരുന്നോ? അഥവാ നിന്റെ ശരീരമുണ്ടായിരുന്നോ? ആത്മാവുണ്ടായിരുന്നു. ആ ആത്മാവല്ലേ 4000 കൊല്ലം മുമ്പ് കേട്ടത്. അപ്പൊ ആത്മീയമായ ലോകത്ത് നമ്മൾ നേരത്തെ തന്നെയുണ്ട്. ആ ആത്മാവിനെയാണ് 4ാമത്തെ മാസത്തിൽ കൊണ്ടുവന്ന് ശരീരമാകുന്ന ബോഡിയിലേക്ക് മലക്കുകൾ കയറ്റിയത്. അതുകൊണ്ടല്ലേ നിങ്ങൾ സ്ത്രീകളോട് ചോദിച്ചു നോക്കൂ, ഉമ്മാന്റെ വയറ്റിൽ നിന്ന് കുട്ടികൾ അനങ്ങാൻ തുടങ്ങിയത് എപ്പോഴാ? 4 മാസമായപ്പോഴാ. കാരണം അപ്പോഴാ ഡ്രൈവർ കയറിയത്. ഡ്രൈവർ കാരാതെയുണ്ടോ? വണ്ടി ഇളകുന്നു. 4 മാസമായപ്പോ കുട്ടി ഇളകാൻ തുടങ്ങി. 4 മാസമായിട്ട് കുട്ടി ഇളകുന്നില്ലെങ്കിലോ ബേജാറാണ്. കാരണം എന്താ? ഡ്രൈവർ വരാത്തുള്ള ബേജാറാണ്. 4 മാസം വന്നപ്പോ കയറി. നാളെ ഒരു ദിവസം ഒരാൾ വന്നിട്ട്, ഉസ്താദേ ഭയങ്കര ബേജാറിലാണ്. ഞാൻ ചോദിച്ചു എന്താണ്? അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോ കുട്ടിയുടെ തല തിരിച്ചാണുള്ളത് എന്നാ പറയും. അപ്പൊ റിവേഴ്സിലാ നിർത്തിയത്. വണ്ടി നിർത്തിയത് റിവേഴ്സിലായി പോയി. ഞാൻ പറഞ്ഞു ബേജാറാകണ്ട, അല്ലാഹുവല്ലേ തിരിക്കുന്നവരും മറിക്കുന്നവരും ഒക്കെ. അദ്ദേഹം സിറാജ് മുതലേക്ക് നേർച്ചയാക്കി. അൽഹംദുലില്ലാഹ്, വിഷമമൊന്നുമില്ല. അത് പ്രസവിച്ചു. അത് അല്ലാഹു ആ സ്ഥാപനത്തിന് അതൊരു ബർക്കത്താണ്. എത്രയോ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, വാണിമേലുള്ള ഒരാള്, അത്ഭുതകരമായി ഈ സംഭവം നടന്നത് പറഞ്ഞു. അതുപോലെ ഇന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു തന്ന നിയമത്താണ്. ഞാൻ ആ ഭാഗത്ത് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇപ്പൊ വയറ്റിൽ കിടക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ആത്മാവ് 4ാമത്തെ വയസ്സിൽ കയറി. പിന്നെ കുട്ടിക്ക് ചലനമുണ്ടായി, അനക്കമുണ്ടായി, അല്ലേ? അപ്പൊ ഡ്രൈവർ ഈ ആത്മാവാണ്. ഇനി ഒരുപാടുണ്ട് പറയാൻ, ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഈ ഡ്രൈവറോടാണ് നിർദ്ദേശം. ഈ വണ്ടി എങ്ങനെ ഓടിക്കണം? വണ്ടി ഓടിക്കേണ്ടത് പോലെ ഓടിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലേ? അങ്ങ് ഇങ്ങോട്ടൊരു ബസ് വരികയാണെങ്കിൽ, അല്ലെ ഒരു വാഹനം വരികയാണെങ്കിൽ ഡ്രൈവർ എന്ത് ചെയ്യണം? രാത്രിയാണെങ്കിൽ ലൈറ്റ് ഡിമ്മാക്കണം, അല്ലേ? ഇതുപോലെ ഒരു അന്യ സ്ത്രീ അത് ഇങ്ങോട്ട് വരുമ്പോ ഡിമ്മാക്കണം, കണ്ണങ്ങ് താഴ്ത്തി കളയണം. ഡ്രൈവർക്ക് നിർദ്ദേശമാണ്. പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ പാടില്ല, കണ്ണ് താഴ്ത്തി കളയണം, നിർദ്ദേശമാണ്. ആ നിർദ്ദേശമൊന്നും ഇല്ലാതെ പോയാലോ പരസ്പരം ചിലപ്പോൾ മുട്ടിയാൽ ഈ ഡ്രൈവർക്ക് ശിക്ഷയാണ്. വണ്ടി ചിലപ്പോ കുട്ടികളെ കത്തിച്ചിതും വരും, അല്ലേ? ഈ ഡ്രൈവർ ശരീരമാകുന്ന വണ്ടി നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിച്ചില്ലെങ്കിൽ
ഡ്രൈവറെയും വണ്ടിയെയും ഒന്നായി കൊണ്ടുപോയി തീയിലിട്ട് കരിക്കും കേട്ടോ, ജഹന്നമിൽ കൊണ്ടുപോയി കരിക്കും കേട്ടോ. ഡ്രൈവറും ചിന്തിച്ചോളണം, വാഹനം കൃത്യമായി ഓടിക്കണം. ഈ വാഹനം ഓടിക്കാനുള്ള നിയമങ്ങളല്ലേ ശരീഅത്തിന്റെ നിയമങ്ങൾ. ഈ ശരീരത്തിന്റെ അവയവങ്ങൾ എങ്ങനെ ചെലവഴിക്കണം, ശരീരം എങ്ങനെ നിയന്ത്രിക്കണം, എവിടെ കുനിയണം, എവിടെ നീരണം, എപ്പോൾ ഉറക്കം തെളിയണം, എപ്പോൾ പള്ളിയിൽ പോകണം, എന്ത് കുടിക്കണം, എന്ത് കുടിച്ചുകൂടാ, എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ. എന്തെങ്കിലും കൊണ്ടുപോയി വണ്ടിയിൽ അടിച്ചാ വണ്ടി ഓടുമോ? വണ്ടിക്ക് അപകടം വരില്ലേ? അതുകൊണ്ട് തന്നെ അടിക്കുന്നത് അതേ കലർപ്പില്ലാത്ത ഡീസലാകണ്ടേ, അല്ലെങ്കിൽ പെട്രോൾ ആകണ്ടേ. മോനെ, കള്ളുകുടിയനാകല്ല. വാഹനം തന്ന റബ്ബി, ഡ്രൈവറെയും തന്ന റബ്ബി നിർദ്ദേശം നൽകുന്നു. മായം ചേർത്തത് കഴിക്കല്ല, കള്ളുകുടിയനാകല്ല, അന്യന്റെ ഹക്ക് തിന്നല്ല. നിന്റെ ശരീരം കൊണ്ട് നീ കുനിയേണ്ട സമയത്ത് കുനിഞ്ഞോളണം, ഓടിക്കേണ്ട സ്ഥലത്ത് ഓടിച്ചോളണം, കയറേണ്ട സ്ഥലത്ത് കയറിക്കോളണം, ഷെഡിൽ വെക്കേണ്ടപ്പോ ഷെഡിൽ വെച്ചോളണം. നിയന്ത്രണങ്ങൾ വേണ്ട സ്ഥലത്ത് നിയന്ത്രണം വേണം. ഓ മനുഷ്യ, ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെയും ഈ ശരീരത്തെ നിയന്ത്രിച്ച് ഈ ഡ്രൈവർ കൊണ്ടുപോകാനുള്ള നിയമവ്യവസ്ഥകളാണ് കേട്ടോ. അത് പാലിക്കാതെ ജീവിച്ചാൽ വണ്ടിക്കും അപകടമാണ്, ഡ്രൈവർക്കും അപകടമാണ്, റൂഹിനും ശിക്ഷയാണ്, ശരീരത്തിനും ശിക്ഷയാണ്. അപ്പൊ ആത്മീയ ലോകമൊന്ന് വേറെ, ശാരീരിക ലോകമൊന്ന് വേറെ. ലോകങ്ങൾ പലതാണ്. ഇനി സഹോദരന്മാരെ, ഉറക്കിന്റെ ലോകമുണ്ട്, ഉറക്കിന്റെ ലോകമുണ്ട്. അതൊരു ചെറിയ ലോകമല്ല. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉറക്കിലല്ലേ നിർദ്ദേശം ലഭിക്കുന്നത്. അതേ, മകനെ അറുക്കണമെന്ന്. ഉറക്കിന്റെ ലോകം വലിയ ലോകമാണ്. അല്ലാഹുവിങ്കൽ അമ്പിയാക്കൾക്ക് ഒരുപാട് വഹീകൾ ഉറക്കിൽ കിട്ടിയിട്ടുണ്ടല്ലോ. ഔലിയാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ശരീഅത്തിന് അനുകൂലമായ നിലക്ക് ഉറക്കിൽ വിവരം കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ വിവരമില്ലാത്തവർ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. മക്കളെ, ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട നിയമങ്ങൾ എന്താണോ അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ലോകത്തെത്തിച്ചു കൊടുത്തവരാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ കേട്ടോ. അതുപോലെ ഇമാം അശ്അരി, ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഇമാമികൾ കേട്ടോ. ആ ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചതിനെതിരായി ഒരു വലിയ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് സ്വപ്നം കാണൂല കേട്ടോ. ഖുർആനിനെതിരായൊരു സ്വപ്നം അല്ലാഹു കൊടുക്കൂല, ഹദീസിനെതിരായൊരു സ്വപ്നം അല്ലാഹു കൊടുക്കൂല. ഇമാമികൾ മുഴുവനും പറഞ്ഞതിനെതിരെ ഒരു സ്വപ്നവും ഒരു വലിയനും അല്ലാഹു കൊടുക്കൂല. അതുകൊണ്ട് തന്നെ ഔലിയാക്കൾ സ്വപ്നത്തിൽ വിവരം കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ശരീഅത്തിന്റെ നിയമങ്ങൾക്കെതിരെ, മതത്തിന്റെ നിയമങ്ങൾക്കെതിരെ, ഇമാമിങ്ങൾ എഴുതി വെച്ച നിയമങ്ങൾക്കെതിരെ ഏതെങ്കിലും കള്ളത്തരീഖത്തിന്റെ ശൈഖന്മാര് എനിക്ക് ഉറക്കിലുള്ള നിർദ്ദേശമാണെന്ന് പറഞ്ഞാൽ അത് ശൈത്താന്റെ നിർദ്ദേശമാണ് കേട്ടോ. അത് അല്ലാഹുവിന്റെ നിർദ്ദേശമല്ല. ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഉറക്കിന്റെ ലോകം വലിയ ലോകമാണ്. ആ ഉറക്കെന്ന് പറയുന്നത് അത്ഭുതമാണ്, അല്ലേ? നോക്കൂ, നിങ്ങൾ ഉറങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ വന്നത്. ഉറക്കൂക്കിയില്ലേ? ഉറങ്ങണമെങ്കിൽ പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങൂലേ? അപ്പൊ ഉറങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടേ വന്നത്. പക്ഷേ അവൻ അറിയാതെ ഉറക്കം വന്നു, അവൻ അറിയാതെ ഉറക്കം വന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡന്റ് ആയി പോയി. കാരണം ഉറക്കം തൂക്കിപ്പോയി. ഉറങ്ങണം വിചാരിച്ചിട്ടാ വണ്ടി ഓടിച്ചത് അല്ല, അല്ലാഹു കാക്കട്ടെ. അപ്പോഴെന്താണ്? ഉറക്ക് നിന്റെ നിയന്ത്രണത്തിലല്ല, അത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഇനി നീ നോക്കൂ, ഉറങ്ങണമെന്ന് വിചാരിച്ച് കിടന്നു, ഉറക്കം വരുന്നില്ല. ചിലർ പറഞ്ഞു എത്ര ഞാൻ ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല. എന്തേ വരാത്തത്? ക്ഷണിക്കാഞ്ഞിട്ടാണോ? കത്ത് ഇടാഞ്ഞിട്ടാണോ? അല്ല, പിന്നെ ടെലിഫോൺ കിട്ടാഞ്ഞിട്ടാണോ എന്തേ വരാത്തത്? അതേ, അള്ള കൊടുക്കാതെ ആർക്കാണോ ഉറക്കം വരുന്നത്? അള്ള കൊടുക്കാതെ ഉറക്കം സമ്പാദിക്കാൻ ആർക്കാണോ കഴിയുന്നത്? റബ്ബുൽ ആലമീനായ അല്ലാഹു തആല ഉറക്കിന്റെ ലോകത്തേക്ക് നിന്നെ കൊണ്ടുപോകാതെ ഉറങ്ങാൻ കഴിയില്ലടോ. ഇനി നീ ഒന്ന് ചിന്തിക്കൂ, നീ ഉദ്ദേശിക്കാതെ നീ ഉറങ്ങിപ്പോകുമടോ. റബ്ബുൽ ആലമീൻ അവനല്ലേ ഉറക്കം കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ആ ഉറക്കിനെ കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കൂ. ഉറക്കിൽ നിങ്ങൾ പത്രം വായിക്കുന്നില്ലേ? സ്വപ്നം കാണുകയാണ്, കണ്ടതല്ലേ, പത്രം വായിച്ചതല്ലേ? ഇപ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പ് സൗദി അറേബ്യയിൽ ഒരാൾ എന്നെ വിളിച്ചു. 10-16 കൊല്ലമായി മക്കളില്ലാതിരുന്നു.
അൽഹംദുലില്ലാഹ് സിറാജുലേക്ക് നേർച്ച ചെയ്തു. ഞാൻ ദിക്റും പറഞ്ഞു കൊടുത്തിരുന്നു. കുട്ടിയുണ്ടായി. അദ്ദേഹം നാട്ടിൽ വന്നു. എന്റെ സമീപത്ത് ആ ഒരു സന്തോഷം പറയാൻ വേണ്ടി മാത്രം വന്നൊരു വ്യക്തി 2 മണിക്കൂർ മുമ്പ് വിളിച്ചു. ഷെരീഫ് സഖാഫിയാണ് എന്നോട് വിവരം പറഞ്ഞത്. അദ്ദേഹം വിളിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം കിടന്നുറങ്ങുമ്പോ സ്വപ്നം കണ്ടിട്ട് വിളിച്ചതാണ് പോലും. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വപ്നം നമ്മൾ ഉണ്ടാക്കുന്നതാണോ അള്ളാഹു കൊടുക്കുന്നതല്ലേ? പക്ഷെ എന്നെ അദ്ദേഹം സ്വപ്നം കണ്ടു. പക്ഷേ ഞാൻ ആ വിവരം അറിഞ്ഞിട്ടില്ല. ഞാനൊട്ടങ്ങ് പോയിട്ടുമില്ല. നിങ്ങൾ ഓർക്കണം, സ്വപ്നം കാണുന്നു അദ്ദേഹം കണ്ടതല്ലേ? കണ്ടത് മാത്രമല്ല, വേറൊരാൾ വന്നിട്ട് ഇതിനോട് വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു സ്വപ്നം കണ്ടു എന്നാണ്. നമ്മൾ ആ വിവരം അറിയുന്നില്ല. സ്വപ്നത്തിന്റെ ലോകം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവല്ലേ? എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സ്വപ്നത്തിൽ അതാ പത്രം വായിക്കുന്നു. ആര്? കണ്ണട വെക്കാതെ പത്രം വായിക്കാൻ കഴിയാത്ത ആ വയസ്സായ മനുഷ്യൻ, അല്ലെങ്കിൽ വലിയ വയസ്സൊന്നും വേണ്ട എന്നെ പോലത്തെ ഒരു മനുഷ്യൻ, കണ്ണട വെക്കാതെ വായിക്കാൻ കഴിയില്ല. പക്ഷേ ഉറക്കിലതായ അയാള് സിറാജ് പത്രം ഇങ്ങനെ നിവർത്തി വായിക്കുന്നു. അദ്ദേഹമോ നോക്കുമ്പോൾ കണ്ണട വെച്ചിട്ടില്ല. മാത്രമല്ല, കണ്ണ് നന്നായി ചിമ്മിയിട്ടുമുണ്ട്. ഇതൊരു സിറാജ് പത്രം മാത്രമല്ല കേട്ടോ, അത് മനോരമയായാലും മാതൃഭൂമിയായാലും മറ്റേത് പത്രമായാലും സഹോദരന്മാരെ, കണ്ണട വെക്കാതെ ഉറക്കിൽ വായിക്കുന്നില്ലേ മനുഷ്യൻ? എന്തേ? സാധാരണ നിനക്ക് കണ്ണ് തുറന്നാൽ തന്നെ കാണാത്ത മനുഷ്യൻ കണ്ണട വെക്കാതെ കണ്ണും ചിമ്മിയിട്ട് വായിക്കുകയാണ്. വായിച്ചതൊക്കെ ഇപ്പൊ അയാൾക്ക് ഓർമ്മയുണ്ട്. വായിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞാൽ പറ്റുമോ? കാരണം അയാൾക്ക് ഇപ്പം വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. പിന്നെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ ഓർക്കണം, അതേ ആ ഉറക്കിലുള്ള കാഴ്ചയൊന്ന് വേറെയല്ലേ, ഉറക്കിലുള്ള കേൾവിയൊന്ന് വേറെയല്ലേ? അല്ലേ? നിങ്ങൾ നോക്കൂ, ഭാര്യയും ഭർത്താവും ഒന്നായി എയർ കണ്ടീഷനുള്ള റൂമിൽ, ഒരു പൊടിപടം പോലും കയറാത്ത റൂമിൽ കിടന്നുറങ്ങുന്നു. അതേ ഭർത്താവ് പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു. ഹോ എന്ന് പറഞ്ഞു ഉറക്ക ഞെട്ടിയിട്ട് ശബ്ദിക്കുന്നു. ശബ്ദിക്കുമ്പോ ഭാര്യ, ശബ്ദിക്കല്ലത്, നിങ്ങളിങ്ങനെ ശബ്ദം എടുത്താൽ മക്കൾ വിചാരിക്കില്ല ഞാൻ എന്തോ ചെയ്തു. ഇല്ല, നീ ചെയ്തൊന്നുമല്ല, പിന്നെ എന്നെ കൊള്ള ഒരു പാമ്പ് വന്നു, അല്ലെങ്കിൽ ആന വന്നു. എന്ത് ആന? ഈ റൂമിന്റെ ഉള്ളിൽ കുയ്യാന വെറും കയറാത്ത റൂമിന്റെ ഉള്ളിൽ എന്താന? പക്ഷെ ഇയാൾക്ക് പിറക്കാണ്. ഇയാൾ കണ്ടതല്ലേ? കൂടെ കിടന്നവള് കണ്ടില്ല, കൂടെ ഇരുന്നവർ കണ്ടില്ല. അല്ലേ? എന്തിനാണ് അല്ലാഹു ഇത് വെച്ചത്? മോനെ, ഖബറിലില്ലേ നിനക്കൊരു ലോകം. ആ ഖബർ തുറന്നു നോക്കുമ്പോ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷിക്കപ്പെടുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഖബറിൽ കിടക്കുന്നവൻ അനുഭവിക്കുന്നില്ലേ? ഖബറിൽ കിടക്കുന്നവൻ സുഖവും ദുഃഖവും അനുഭവിക്കുന്നില്ലേ? അതിന് നിങ്ങൾക്കൊരു സാമ്പിൾ കാണിച്ചു തരാൻ റബ്ബുൽ ആലമീനായ അല്ലാഹു തആല നിങ്ങൾ ആത്മീയമായി വളർത്താൻ വേണ്ടി വെച്ചതല്ലേ? ഉറക്കിലെ സ്വപ്നം, സ്വപ്നത്തിന്റെ ലോകമില്ലേ? എന്തെല്ലാം ലോകങ്ങളാണ് സഹോദരന്മാരെ. വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാരി വബ്തിഗാഉകും മിൻ ഫദ്ലിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുന്നവർക്ക് അതിലെല്ലാം പാഠങ്ങളുണ്ട് കേട്ടോ. പരിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ ലോകങ്ങൾ, ധാരാളം ലോകങ്ങളുണ്ട്. എല്ലാ ലോകത്തിന്റെയും റബ്ബാണ് അല്ലാഹു ജല്ല ജലാലുഹു. ആ റബ്ബിനെ പരിചയപ്പെടുത്താനാണ്, ആ റബ്ബിലേക്ക് വിളിക്കാനാണ് അമ്പിയാക്കളെല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ. അതേ അല്ലാഹു തആല ഹയ്യാണ്. അവനൊരിക്കലും തന്നെ ജീവനില്ലാത്തവനല്ല. അവൻ ലാ ഇലാഹ ഇല്ലാ ഹു, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. നിങ്ങളുടെ കീഴ്പ്പെടൽ പൂർണ്ണമായി പടച്ചവനെ തനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും. അത് പറഞ്ഞ ഉടനെ റബ്ബ് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് കേട്ടോ. മഹാനായ കലീമുല്ലാഹി മൂസ
അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞേക്കുകയാണ്. ഫിർഔനിന്റെ സമീപത്തേക്കാണ് പറഞ്ഞേക്കുന്നത്. ആ സംഭവം അല്ലാഹു തആല പറയുകയാണ്. ചുരുക്കി ഞാനത് പറയാം, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. അല്ലാഹുവാണ് റബ്ബെന്ന് പറയുമ്പോ അത് അംഗീകരിക്കാത്തവരാണ് മുശ്രിക്കീകൾ. ഇതിനാദാ റബ്ബുക മൂസാ അനിത്തിൽ ഖൗമൽ ളാലിമീൻ. മൂസാ നബിയെ വിളിച്ച് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അക്രമികളായ ജനങ്ങളെ സമീപത്തേക്ക് ചൊല്ലൂ. ഖൗമ ഫിർഔൻ, ഫിർഔനിന്റെ ആൾക്കാരെടുക്ക ചൊല്ലൂ. അവരതാ അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്. അലാ യത്തഖൂൻ, അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? ഖാല റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അവരോട്, അല്ലാഹുവേ, ഞാൻ പോയിട്ട് റബ്ബിലേക്ക് ക്ഷണിക്കുമ്പോ അവരത് അംഗീകരിക്കാതെ എന്നെ കളവാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ അവരുടെ കൂട്ടത്തിൽ ഒരു അക്രമിയായ മനുഷ്യൻ ഒരു പാവപ്പെട്ടവനെ മർദ്ദിക്കാൻ വരുമ്പോ അവനെ ഞാനൊന്ന് തല്ലിയിരുന്നു. ആ തല്ല് കൊണ്ടിട്ട് അവൻ മരിച്ചുപോയിരുന്നു. അതിനാൽ ഞാൻ അവരുടെ അടുക്കൽ പോകാൻ ഭയമുള്ളവനാണ്. എന്റെ ഹാറൂൻ എന്ന് പറയുന്ന സഹോദരനെയും കൂടി അയച്ചാൽ. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുകയാണ്. അതേ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, കല്ലാ ഫദ്ഹബാ ബിആയാതിന, നിങ്ങൾ ധൈര്യത്തോടെ പോയിക്കോളൂ, രണ്ടാളുകളും ഭയപ്പെടേണ്ടതില്ല. ഇന്നാ മഅകും മുസ്തമിഊൻ. റബ്ബുൽ ആലമീൻ അല്ലേ അല്ലാഹു തആല, അതേ അവൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, നിങ്ങളെ കൂടെ നമ്മളുണ്ട്, നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്, പോയിക്കോളൂ. ഫതിയാ ഫിർഔന ഫഖൂലാ ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ. നിങ്ങൾ പോയി പറയേണ്ടത് എന്താണ്? റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ പ്രതിനിധിയാണ്, അവൻ പറഞ്ഞേച്ചവരാണ് ഞങ്ങളെന്ന് പറഞ്ഞോളൂ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുന്നു, അൻ അർസിൽ മാനാ ബനി ഇസ്രായീൽ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തതികളായ ബനൂ ഇസ്രായേലിലെ നിന്റെ കൂടെ നീ അവരെ അടിമകളാക്കി വെച്ചിരിക്കുകയല്ലേ, അവരെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കൂ. ഫിർഔനിന്റെ സമീപത്ത് എന്ന് പറഞ്ഞപ്പോ ഫിർഔനിന്റെ മറുപടി എന്താണ്? അലം നുറബ്ബിക ഫീനാ വലീദാ. ഓ മൂസാ, നിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് പോറ്റി വളർത്തിയില്ലേ? വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീന വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത. എന്നിട്ട് നീ കുറെ കൊല്ലം നമ്മളെ കൂടെ ജീവിച്ചില്ലേ? വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത. എന്നിട്ട് നീ ഒരു കാര്യം പ്രവർത്തിച്ചില്ലേ? നീ ചെയ്തൊരു കാര്യം പ്രവർത്തിച്ചില്ലേ? വഅൻത മിനൽ കാഫിരീൻ. നീ നന്ദിയില്ലാത്ത ആളുകളിൽ പെട്ടവനല്ലേ? ഫിർഔനിന്റെ ചോദ്യമാണ്. മൂസാ നബി അലൈഹി സ്വലാം നന്ദിയില്ലാത്തവനാണ്? മൂസാ നബി അലൈഹി സ്വലാം നന്ദി ഉള്ള ആളാണ്. അതുകൊണ്ടല്ലേ ഫിർഔനിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഫിർഔന്റെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ചെന്നത്. ചില ആളുകളുടെ ധാരണ എന്താണ്? മുസ്ലിയാര് നമ്മളെ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്ക് പിടിക്കാത്തൊന്നും മുസ്ലിയാര് പറയരുത് എന്നാണ്. അത് ഫിർഔനിന്റെ സിദ്ധാന്തമാണ്. ഭക്ഷണം ആരുടേത് കഴിച്ചാലും ഭക്ഷണം അല്ലാഹുവിന്റേതാണ്. അല്ലാഹയല്ലാതെ ഭക്ഷണം കൊടുക്കുന്നവനില്ല. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹയല്ലാതെ ഭക്ഷണം കൊടുക്കുന്നവരില്ല. ആ അല്ലാഹുവിന്റെ ഭക്ഷണമാ കഴിച്ചത്, അത് നിന്റെ കയ്യിലൂടെ ആയി എന്നല്ലേ ഉള്ളൂ. നിനക്കെന്താണോ അതിന് അധികാരം? നിനക്ക് അല്ലാഹു തന്നതല്ലേ. അതുകൊണ്ട് തന്നെ ആരുടെ ഭക്ഷണം കഴിച്ചാലും കഴിച്ചവന് സത്യം തുറന്ന് പറഞ്ഞോളണം. അതാ മൂസാ നബി അലൈഹി സ്വലാം കാണിക്കുന്ന മാതൃക. ഫിർഔനിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ഫിർഔനിന്റെ ധിക്കാരത്തിന് അനുകൂലമായി മൂസാ നബി അലൈഹി സ്വലാം നിന്നു കൊടുക്കുന്നില്ല. സത്യത്തിലേക്ക് ഫിർഔനെയും ക്ഷണിക്കുകയാണ്. ഫിർഔനിന്റെ വാക്കാണ് നന്ദിയില്ലാത്തവരല്ലേ. ആരായത് പറയുന്നത്? ലോകത്തെ ഏറ്റവും വല്ല നന്ദിയില്ലാത്തവൻ ആര്? ഞാൻ വലിയ റബ്ബാണ് എന്ന് വാദിച്ചവൻ നമുക്ക് അല്ലേ ഫിർഔൻ. ഞാൻ റബ്ബാണ് എന്ന് വാദിക്കുമ്പോ ആ ചങ്ങാതിക്കൊന്ന് ആലോചിച്ചൂടെ? എന്നൊരമ്മ പ്രസവിച്ചതല്ലേ, എന്നൊരമ്മ പ്രസവിച്ചതല്ലേ. ആ അമ്മയെ ഞാൻ ഉണ്ടാക്കിയതാ. ആ അമ്മ എന്നെ പ്രസവിച്ചതല്ലേ. അപ്പൊ ആ അമ്മക്ക് വേറെ റബ്ബ് വേണ്ടേ? എനിക്കൊരു അച്ഛനില്ലേ, അപ്പൊ ഈ അച്ഛനെ ഉണ്ടാക്കിയ റബ്ബ് വേറെ വേണ്ടേ? ഞാൻ ആ അമ്മയുടെ വയറ്റിലല്ലേ താമസിച്ചത്, അവിടെ നിന്നല്ലേ എനിക്ക് ഭക്ഷണം കിട്ടിയത്, അമ്മയുടെ മുലയിൽ നിന്നല്ലേ ഭക്ഷണം കിട്ടിയത്. അപ്പൊ അതിനൊരു റബ്ബ് വേറെ വേണ്ടേ? ഇത് ചിന്തിക്കാൻ എന്റെ ഫിറൗന് കഴിയാതെ പോയത്. പോകട്ടെ, ആ ഫിറൗൻ നേരം വെളുത്ത് ലോകത്ത് വന്ന അന്ന് മുതലേ കാണുന്നില്ലേ സൂര്യനെ? അവനുണ്ടാക്കിയതാണോ സൂര്യൻ? അവനുണ്ടാക്കിയതാണോ ചന്ദ്രൻ? അവനുണ്ടാക്കിയതാണോ ഭൂമി? എന്തേ? അല്ലെങ്കിൽ ഞാൻ റബ്ബാണ് എന്ന് പറയുന്ന ഫിറൗൻ അവനൊന്ന് ചിന്തിച്ചുകൂടെ? അവന്റെ ശരീരത്തിന്റെ മധ്യത്തിലുള്ളത് എന്താണ്? അവന്റെ ശരീരത്തിന്റെ മധ്യത്തിലുള്ളത് ആമാശയം, വയറ്. ആ വയറ്റിലുള്ളത് എന്താണ്? എ ക്ലാസ് നജസ്. ഓ, ഞാൻ റബ്ബാണ് എന്ന് പറഞ്ഞ് നജസ് പഠിച്ചിങ്ങനെ നടക്കുക, കക്കൂസിന്റെ ടാങ്കും കൊണ്ട് നടക്കുകയാണ്.
എന്നിട്ട് ഞാൻ റബ്ബാണ്. എടാ ഹബക്കേ, നീ റബ്ബാണെങ്കിൽ ആദ്യം നിനക്ക് കക്കൂസിന്റെ ടാങ്കി ഒന്ന് നിന്റെ ഈ സ്ഥലത്തൊന്നും ഒഴിവാക്കിക്കൂടായിരുന്നോ? വയറ്റൊന്നും ഒഴിവാക്കിക്കൂടായിരുന്നോ? ഇത്ര ബുദ്ധിയില്ലാത്ത നന്ദിയില്ലാത്ത മനുഷ്യൻ ഫിർഔൻ. ആ ഫിർഔൻ മൂസാ നബിയോടാ പറയുന്നത് നിനക്ക് നന്ദില്ല, ഇത്ര നന്ദി കെട്ടവൻ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇത് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മറുപടി എത്ര വലിയ ഫിർഔനാണെങ്കിലും കാര്യം പറയാതിരിക്കരുതല്ലോ. ഖാല ഫഅൽതുഹാ ഇദൻ വാന മിനൽ ളാലിൻ. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ കൊന്നു എന്നല്ലേ പറയുന്നത്? ഞാൻ കൊന്നതല്ലല്ലോ. ഒരക്രമം നടത്താൻ വേണ്ടി നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാള് പാവപ്പെട്ടവനെ മർദ്ദിക്കാൻ വന്നപ്പോ പാവപ്പെട്ടവൻ എന്നെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു, എന്നെ വിളിച്ച് സഹായം തേടി. ആ സഹായം തേടിയപ്പോൾ അയാളെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആ കെല്ലനായ മനുഷ്യനെ ഒന്ന് ഇടിച്ചു. ആ ഇടിയിൽ ഞാൻ വിചാരിക്കാതെ അയാളങ്ങ് മരിച്ചുപോയി. ഞാനത് വിചാരിച്ചതല്ലല്ലോ എന്നാണ് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്. ഫഫറർതു മിൻകും ലമ്മാ ഖിഫ്തുകും ഫവഹബനി റബ്ബി ഹുക്മൻ വജഅലനി മിനൽ മുർസലീൻ. പക്ഷേ നിങ്ങൾ അക്രമികളല്ലേ, നിങ്ങൾ കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയാതെ പെട്ടെന്ന് കൈവലിക്കുന്ന കമ്പനിയല്ലേ, അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഓടിയതായിരുന്നു. അല്ലാഹു തആല എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നു, എന്റെ മുർസലീകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്നെ പറഞ്ഞയച്ചതാണ്. പിന്നെ നീ കാര്യമായിട്ട് പറഞ്ഞത് എന്താണ്? ഞങ്ങളെയൊക്കെ നീ പോറ്റി വളർത്തിയെന്നാണോ? വതിൽക നിഅമത്തുൻ തമന്നുഹാ അലയ്യ അന്നബത ബനി ഇസ്രായീൽ. ഞങ്ങളെ സമൂഹത്തെ മുഴുവനും അടിമകളാക്കി വെച്ചത് നിന്റെ ധിക്കാരമല്ലടോ, അത് ചെയ്ത വലിയ അനുഗ്രഹമാണോ? ഇതൊക്കെ കേട്ടപ്പോ ഫിർഔൻ ചോദിച്ചൊരു ചോദ്യം എന്താണ്? ഖാല ഫിർഔൻ വമാ റബ്ബുൽ ആലമീൻ. എന്താണ് മൂസാ ഈ റബ്ബുൽ ആലമീൻ? എന്താണ് മൂസാ ഈ റബ്ബുൽ ആലമീൻ? ആലമീങ്ങളെ റബ്ബ് എന്ന് പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാമിന് ചാൻസ് കിട്ടിയല്ലോ പ്രസംഗിക്കാൻ. മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹുവിനെ കുറിച്ചൊരു നീണ്ട പ്രസംഗമാണ്. ഖാല റബ്ബുസ് സമാവാതി വൽ അർദ്. നിന്നെ പോലെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവരയായി വന്നിട്ട് ഞാൻ റബ്ബാണെന്ന് പറയുന്നവനല്ല റബ്ബുൽ ആലമീൻ. പിന്നെയോ റബ്ബുൽ ആലമീൻ റബ്ബുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന റബ്ബാണ്. വമാ ബൈനഹുമാ, അതിന്റെ ഇടയിലുള്ള മുഴുവനത്തെയും പോറ്റി വളർത്തുന്ന റബ്ബാണ്. ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് അംഗീകരിച്ചോളൂ. ഖാല ലിമൻ ഹൗലഹു വലാ തസ്തമിഊൻ. അപ്പൊ ഫിർഔനിന് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഒന്നും പറയാൻ കഴിയാതിരിക്കുമ്പോ കൊഞ്ഞനം കാട്ടുന്ന പരിപാടി ഉണ്ടല്ലോ മറുപടി കിട്ടാത്തവർക്ക്, പരിഹസിക്കുന്ന പരിപാടി ഉണ്ടല്ലോ മറുപടി കിട്ടാത്തവർക്ക്. ഉടനെ തന്നെ ഫിർഔൻ ചെയ്യുന്നത് എന്താണ്? ഫിർഔൻ ചുറ്റുഭാഗത്തുള്ളവരോട് നിങ്ങൾ കേൾക്കുന്നില്ലേ ഇയാൾ പറയുന്നത്? മറുപടി ഒന്നുമില്ല. മറുപടി വരെ നിങ്ങൾ കേൾക്കുന്നില്ലേ ഇയാൾ പറയുന്നത്? ഇത് മറുപടിയാ? മറുപടിയാണെ മറുപടി പറയണ്ടേ? മറുപടിയില്ല. അപ്പൊ ഇയാൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്നാ മറുപടി. ആ സമയത്ത് ഫിർഔനിന്റെ മുന്നിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും പ്രസംഗിക്കുകയാണ്. ഖാല റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ. എടോ, റബ്ബുൽ ആലമീൻ ആരാണെന്നല്ലേ ഇതിന്റെ ചോദ്യം? റബ്ബുക്കും, നിങ്ങളെ പടച്ചു പോറ്റി വളർത്തുന്ന രാജാവ്. വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളെ മാത്രമല്ല നിങ്ങളെ ബാപ്പാരെയും പടച്ചു പോറ്റുന്ന റബ്ബ്. മൂസാ നബി അലൈഹിസ്സലാം എത്ര സൂത്രത്തിലാണ്, എത്ര സമർത്ഥമായിട്ടാണ് കാര്യം അവതരിപ്പിക്കുന്നത്. നിങ്ങളെ മുൻഗാമികളായ ബാപ്പമാരെയും പോറ്റി വളർത്തുന്ന റബ്ബ്. അപ്പൊ ഫിർഔൻ ഖാല ഇന്ന റസൂലക്കും അല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ. ഇയാൾക്ക് ഭ്രാന്താണ് കേട്ടോ. അപ്പൊ ഫിർഔന്റെ മറുപടി ആധികാരികമായി മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോ ഇയാൾക്ക് സുഖല്ല. അതെ, ഇയാൾക്ക് സുഖല്ല എന്നാ പറയുന്നത്. ആ സമയത്ത് സഹോദരന്മാരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഫിർഔനിന്റെ മറുപടി എന്താണ്? നിങ്ങളടുക്കൽ ഇതായക്കപ്പെട്ട ഈ പ്രസംഗിക്കുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് ലൂസാണ്, അയാൾ ഭ്രാന്തനാണ് എന്നാണ് ഫിർഔനിന്റെ മറുപടി. അപ്പൊ മൂസാ നബി അപ്പോഴും പ്രസംഗം നിർത്തുന്നില്ല. മൂസാ നബി ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഖിലൂൻ. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, അതേ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബാണ്, അത് രണ്ടിന്റെയും ഇടയിലുള്ളതിന്റെയും റബ്ബാണ്. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ
قال لئن اتخذت إلها غيري لأجعلنك من المسجونين. പിന്നെ ഫിർഔൻ ഭീഷണിപ്പെടുത്തുകയാണ്, ഞാനല്ലാത്ത ഒരു ആരാധ്യനുണ്ടെന്ന് നീ പറയുകയാണെങ്കിൽ, നീ മറ്റൊരു ആരാധ്യനെ നിശ്ചയിക്കുകയാണെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് കളിയും മൂസാ. അപ്പൊ മൂസാ നബിയുടെ ചോദ്യം, അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ, വ്യക്തമായ തെളിവും കൊണ്ട് ഞാൻ വന്നാലും അറസ്റ്റാണോ ഫിർഔനെ? തെളിവും കൊണ്ടല്ലേ ഞാൻ വന്നിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചോദിക്കുന്നു, ഫഅതി ബിഹി ഇൻ കുന്ത മിന സ്വാദിഖീൻ, അങ്ങനെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ മൂസാ. ഫഅൽഖാഹു ഫഅൽഖാ അസാ, മൂസാ നബി അലൈഹിസ്സലാം വടി നിലത്തങ്ങിട്ടു. ഫൈദാ ഹിയ സുഅമാനുൻ മുബീൻ, അതാ ഒരു വലിയ പാമ്പായി അത് ഇഴയുന്നു. വനസഅയദഹു ഫൈദാ ഹിയ ബൈളാഉ ലിന്നാദിരീൻ, കക്ഷത്തിന്റെ ഭാഗത്ത് കൈവച്ചിട്ട് കൈയിങ്ങെടുത്തു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ മാറിടത്തിലേക്ക് കൈവച്ചിട്ട് കൈയിങ്ങെടുത്തു നോക്കുമ്പോ കൈക്കൊരു വല്ലാത്ത പ്രകാശം തന്നെ. ഖാല ലിൽ മലൈ ഹൗലഹു ഇന്ന ഹാദാ ലസാഹിറുൻ അലീം. മൂസാ നബിയെ സംബന്ധിച്ച് ഇനി എന്ത് പറയുമെന്ന ബേജാറിലാണ് ഫിർഔൻ. ഫിർഔൻ പറയുന്ന, ഇയാൾ വല്ലാത്ത വിവരമുള്ള വല്ലാത്ത മാരണക്കാരൻ തന്നെ. യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ബിസിഹ്രിഹി ഫമാദാ തഅ്മുറൂൻ, നിങ്ങളെ സിഹ്ർ കാണിച്ചിട്ട് പുറപ്പെടിക്കാൻ വന്നവരാണ്, നിങ്ങളുടെ അഭിപ്രായമെന്ന് പറയൂ ജനങ്ങളെ. അപ്പോഴാണ് അവര് പറയുന്നത്, തൽക്കാലം അദ്ദേഹത്തെ ഒന്നും ചെയ്യാതെ നിർത്തൂ, എന്നിട്ട് എല്ലാ സിഹ്ർ ചെയ്യുന്നവരെയും കൂട്ടിക്കൊണ്ടുവരൂ, ഒരു പ്രത്യേക ദിനത്തിൽ എല്ലാവരെയും കൊണ്ടുവരുന്നു. എന്നിട്ട് അതാ ഒരു സമയത്ത്, പ്രഭാതത്തിന്റെ തുടക്കത്തിലുള്ള ഒരു സമയത്ത്, അഥവാ നേരം വെളുത്ത് കുറച്ചിങ്ങോട്ട് എത്തിയതിനു ശേഷം ദുഹായുടെ സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം അതേ അവിടെ വെച്ച് വലിയ സംവാദം നടക്കുന്നു. സംവാദം മുഅ്ജിസത്താണ് ഒരു ഭാഗത്ത് നടക്കുന്നത്, ഒരു ഭാഗത്ത് സിഹ്റാണ് നടക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ചോദ്യമാണ്, ലഅല്ലനാ നത്തബിഉ സഹറത ഇൻ കാനൂ ഹുമുൽ ഗാലിബീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരും ഒരുമിച്ച് കൂടി ജയിക്കുന്ന ആളെ കൂടെ എല്ലാവരും കൂടാനാണ് പരിപാടി. ആ സമയത്തല്ലേ സഹോദരന്മാരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ജല്ല ജലാലുഹു ഏറ്റവും വലിയ മുഅ്ജിസത്ത് അവിടുത്തെ വടിയിടാൻ അല്ലാഹു തആല അനുമതി നൽകുന്നു. പക്ഷേ അതിനു മുമ്പ് സിഹ്ർ കൊണ്ട് മത്സരിക്കാൻ വന്ന കക്ഷികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. മൂസാ നബിയോടൊരു സമ്മതം ചോദിച്ചു. മൂസാ നബിയോട് സമ്മതം ചോദിക്കുക എന്നത് ഒരു അദബാണല്ലോ. മത്സരിക്കാൻ വന്നവരാണെങ്കിലും ഒരു മഹാനെ കണ്ടപ്പോ ആ മഹാനായ വ്യക്തിയോട് മത്സരിക്കാനാണ് വന്നതെങ്കിലും ഒരു സമ്മതം ചോദിച്ചല്ലോ. അവരദബും ഗുരുത്വവും കാണിച്ച കാരണത്താൽ അല്ലാഹു തആല ആ സാഹിര്യങ്ങൾക്ക് മുഴുവനും ഹിദായത്ത് കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ അവരുടെ വടികളും കയറുകളും നിലത്തിട്ടപ്പോ പാമ്പായിട്ട് ഇഴകുന്നത് പോലെ തോന്നുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയങ്ങിട്ടപ്പോൾ എല്ലാ വടികളും അതുപോലെ കയറുകളുമാകുന്ന ആ തോന്നിപ്പിക്കുന്ന പാമ്പുകളെ മുഴുവനും മൂസാ നബി അലൈഹിസ്സലാമിന്റെ പടി അങ്ങനെ തന്നെ പിടിച്ചങ്ങ് വിഴുങ്ങി. മത്സരിക്കാൻ വന്നവര് മുഴുവനും തലകുനിച്ചുപോയി. അവര് പ്രഖ്യാപിച്ചുപോയി, മൂസാ നബി അലൈഹിസ്സലാം വിശ്വസിക്കുന്ന റബ്ബിനെ കൊണ്ട് ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് റബ്ബുൽ ആലമീൻ, എല്ലാ ലോകത്തിന്റെയും റബ്ബ്, എല്ലാവരെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുക. അവനെ ഭക്ഷണം കൊടുക്കുന്നവരുള്ളൂ, അവനെ എന്തും കൊടുക്കുന്നവനുള്ളൂ. റബ്ബ് എന്ന വാക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ അള്ളയാണ് ഉദ്ദേശം. എന്നാൽ ചില വിഷയവസ്തുക്കളിലേക്ക് ചേർത്ത് പറയുമ്പോ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ റബ്ബെന്ന് പ്രയോഗിക്കലുണ്ട്. നിങ്ങൾക്ക് കാണാം യൂസുഫ് സൂറത്തിൽ ഇർജി ഇലാ റബ്ബിക ഫസ്അൽഹു മാ ബാലുൻ നിസ്വത്തുൽ ലത്തി ഖത്തഅന ഐദിയഹുന്ന.
എന്ന സ്ഥലത്ത് അതേ നിന്റെ ഉടമസ്ഥനോട് ചോദിക്കൂ എന്ന സ്ഥലത്ത് റബ്ബെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ റബ്ബ് എന്നത് അള്ളാഹു എന്ന പേര് പോലെ അല്ല. റബ്ബ് എന്നത് ഉടമസ്ഥൻ എന്ന ഭാഷാർത്ഥത്തിൽ മറ്റൊരു വസ്തുവിലേക്ക് ചേർത്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. റബ്ബുൽ മാലി എന്ന് പറയാറുണ്ട്, സ്വത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് അതിന്റെ അർത്ഥം. അതേ സമയത്ത് റബ്ബുൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും റബ്ബെന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ് കേട്ടോ. അതുപോലെ വെറും റബ്ബ് എന്ന പ്രയോഗം അതും അള്ളാഹുവിനുള്ളതാണ്. സൃഷ്ടികളെ സംബന്ധിച്ച് റബ്ബെന്ന് പറയുമ്പോ മറ്റൊന്നിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയാറുള്ളത്. അതാണ് റബ്ബുൽ മാലി. അതുപോലെ റബ്ബിക്ക് റബ്ബി റബ്ബിക്ക എന്നൊക്കെ പറഞ്ഞത് മറ്റൊന്നിലേക്ക് ചേർത്തുകൊണ്ട് ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ റബ്ബെന്ന പ്രയോഗം ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. മക്കയിലെ മുശ്രിക്കീങ്ങളും അതുപോലെ കഴിഞ്ഞുപോയ മുശ്രിക്കീങ്ങളും അവർ അള്ളാഹു മാത്രമാണ് റബ്ബുൽ ആലമീൻ എന്നോ അല്ലെങ്കിൽ അള്ളാഹു തന്നെയാണ് റബ്ബെന്നോ അവർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഖുർആനിൽ നിങ്ങൾക്ക് കാണാം, കഫറൂ ബിറബ്ബിഹിം, അവരെ റബ്ബിനെ കൊണ്ട് അവർ അവിശ്വസിച്ചവരായിരുന്നു എന്ന് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റബ്ബ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്നവർ അത് അള്ളാഹു ജല്ല ജലാലുഹു നിഅമത്ത് കൊടുത്ത മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. അതേ സമയത്ത് അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒന്നും അള്ളാഹു ആണ് ഞങ്ങളെ റബ്ബെന്ന്, അവൻ മാത്രമേ റബ്ബുൽ ആലമീൻ, റബ്ബ് മാത്രമേ ഞങ്ങളെ റബ്ബുള്ളൂ എന്ന് പറഞ്ഞിരുന്നില്ല. ഇതുകൊണ്ടാണ് അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ശരീഫിന്റെ സമീപത്ത് വെച്ച് നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ കയറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിൽ കയറിട്ട് രണ്ട് ഭാഗത്ത് നിന്ന് പിടിച്ചു ജെരുക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ച ചോദ്യം, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. സൂറത്തുൽ ഗാഫിറിലെ 28ാമത്തെ ആയത്തിലുള്ള ആ ആശയമാണ്. നിങ്ങൾ ഒരാളെ കൊല്ലുകയോ എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ കൊല്ലുകയോ എന്ന് മുശ്രിക്കീകളോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ. അപ്പൊ മുശ്രിക്കീകൾ എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന ആശയം അംഗീകരിച്ചിരുന്നില്ല എന്നതിന് ഈ ആയത്തും ഹദീസും വ്യക്തമായ തെളിവല്ലയോ? അതുപോലെ കഫറൂ ബിറബ്ബിഹിം, അവരവരെ റബ്ബിനെ കൊണ്ട് അവിശ്വസിച്ചു എന്ന് ഖുർആൻ പറഞ്ഞതല്ലയോ? അതേ സമയത്ത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, അതേ അല്ലാഹയാണ് റബ്ബെന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയും നേരെ ചൊവ്വേ നടക്കുകയും ചെയ്തിട്ടുള്ളവർ അല്ലാഹ് പറയുന്നു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, ദുഃഖമില്ല. അപ്പൊ അല്ലാഹുവാണ് റബ്ബെന്ന് അംഗീകരിച്ചവർ അത് മുഅ്മിനീങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് കാണാം, ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ശൈഇ, അല്ലാഹു അല്ലാത്തതിനെ റബ്ബായിട്ട് തേടുകയോ, അല്ലാഹു എല്ലാറ്റിന്റെയും റബ്ബാണ്. ഇനി നിങ്ങൾ നോക്കൂ, മുശ്രിക്കീങ്ങൾ മുഅ്മിനീങ്ങളെ മക്കയിൽ നിന്ന് അതേ പുറപ്പെടിക്കാനും ആക്രമിക്കാനും തുനിഞ്ഞില്ലേ? ഖുർആൻ പറഞ്ഞു അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് വീടുകളിൽ നിന്ന് മുഅ്മിനീങ്ങളെ പുറപ്പെടിക്കപ്പെട്ടില്ലേ? അപ്പൊ അല്ലാഹയാണ് റബ്ബെന്ന് പറയുന്ന ആശയം വാസ്തവത്തിൽ അബൂജഹലും അംഗീകരിച്ചിട്ടില്ല, ഒരു മുശ്രിക്കും അംഗീകരിച്ചിട്ടില്ല എന്നതിന് ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മുടെ റബ്ബ് അല്ലാഹു തന്നെ, അവൻ റബ്ബുൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും റബ്ബാണ് കേട്ടോ. അവൻ തന്ന ഭക്ഷണമല്ലാതെ നമ്മൾ കഴിച്ചിട്ടില്ല, അവൻ തന്ന ഭക്ഷണമല്ലാതെ നമ്മൾ കഴിക്കുന്നില്ല, അവൻ തന്ന ആരോഗ്യമല്ലാതെ നമുക്കില്ല, അവൻ തന്ന കണ്ണല്ലാതെ ഇല്ല, അവൻ തന്ന കാതല്ലാതെ ഇല്ല, അവൻ തന്ന അനുഗ്രഹങ്ങളല്ലാതെ ഇല്ല, എല്ലാം അവൻ
സംഭാവന തന്നത് തന്നെ, അവൻ തന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇനി ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റഈസുസ് സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അന്തസ്സോടെ സുപ്പറ വിരിച്ച് നല്ല ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതാ ഒരു കാക്ക പറന്നു വരുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് നിന്ന് ഒരു പത്തിരിയും കൊത്തിയിട്ടതാ കാക്ക പറന്നു പോകുന്നു. രാജാവല്ലേ, ബൽഹാ പട്ടണത്തിന്റെ രാജാവല്ലേ, രാജാവിന് ദേഷ്യം പിടിക്കുന്നു. എന്റെ മുന്നിൽ നിന്ന് പത്തിരിയും എടുത്തിട്ട് പോയ കാക്ക, അതിനെ ഒന്ന് പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കുതിരയുടെ പുറത്ത് കയറി ആ കാക്കയിരിക്കുന്ന സ്ഥലത്തേക്ക് കുതിരയെ ഓടിക്കുന്നു. സമീപത്തേക്ക് ചെല്ലുമ്പോ കാക്കയതാ പറന്നൊരു പർവ്വതത്തിന്റെ മേലേക്ക് പോകുന്നു. അതാ ഇബ്രാഹിം ഇബ്നു അദ്ഹം പർവ്വതത്തിന്റെ മേലേക്ക് അതാ കുതിരയെ ഓടിക്കുന്നു. കാക്ക അവിടുന്ന് മാറിപ്പറക്കുന്നു, കുറച്ചുകൂടി അകലെ പോയിരിക്കുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു രാജാവാണ്, കുതിരപ്പുറത്ത് അങ്ങോട്ട് നീങ്ങുന്നു. സമീപത്തങ്ങ് ചെന്ന് നോക്കുമ്പോ അത്ഭുതം തന്നെ. കാക്ക പോയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ നെഞ്ഞിലാണ്. ഒരു മനുഷ്യന്റെ നെഞ്ഞിലാണ് ഈ പത്തിരി പിടിച്ച കാക്ക പോയിരിക്കുന്നത്. ആ മനുഷ്യന്റെ കയ്യും കാലും ഒക്കെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നോക്കുന്നു. ഈ കാക്ക അദ്ദേഹത്തിന്റെ നെഞ്ഞിൽ പോയിരുന്നിട്ട് കൊണ്ടുപോയ ഭക്ഷണം മുറിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ തൊള്ളയിൽ ഇട്ടുകൊടുക്കുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഞാനെന്ത് രാജാവാണ്, ഞാനെന്ത് ഉടമസ്ഥനാണ്, ഞാനെന്ത് ഭരണാധികാരിയാണ്. എന്റെ രാജ്യത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ കിടക്കുന്നത്. തരാ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കൈകാലുകളുടെ കെട്ടുകൾ അഴിച്ചു ചോദിക്കുന്നു, നിങ്ങളുടെ ചരിത്രം എന്താണ്? രാജാവേ, 2 ആഴ്ചയോളമായി ഇവിടെ കിടക്കുന്നു. വലിയ കച്ചവടക്കാരനായിരുന്നു ഞാൻ. എന്റെ സ്വത്തുക്കളെല്ലാം, കച്ചവടത്തിന്റെ വസ്തുക്കളെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് കവർച്ചക്കാര് പിടികൂടി, കൊള്ളക്കാര് പിടികൂടി എന്റെ വസ്തുക്കളെല്ലാം അവര് കട്ടെടുത്തു. എന്റെ കയ്യും കാലും ബന്ധിച്ചുകൊണ്ട് എന്നെ ഈ താഴ്വരയിൽ കൊണ്ടുവന്നെറിഞ്ഞു. ഞാനിവിടെ കഴിയുകയാണ്. പക്ഷേ 2 ആഴ്ചയോളമായി ഞാനിവിടെ കഴിയുമ്പോൾ റബ്ബുൽ ആലമീനില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹു വർ-റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന രാജാവില്ലേ. അതേ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന രാജാവില്ലേ. ഭക്ഷണം കഴിക്കാൻ കൈ കൊടുത്തവരില്ലേ, വിരല് കൊടുത്തവരില്ലേ, നഖം കൊടുത്തവരില്ലേ, തൊള്ള കൊടുത്തവരില്ലേ, പല്ല് കൊടുത്തവരില്ലേ. അതങ്ങ് ഇറങ്ങിപ്പോകാൻ വേണ്ടി അതാ ഭക്ഷണത്തിന്റെ വസ്തുക്കൾ ഇറങ്ങിപ്പോകാനുള്ള കുഴലുകൾ കൊടുത്തവരില്ലേ, ചെറുകുടലും വലിയ കുടലും കൊടുത്തവരില്ലേ, ദഹനശക്തി കൊടുത്തവരില്ലേ. അതേ, പോഷകങ്ങളൊക്കെ ശരീരത്തിലേക്ക് എടുത്തതിന് ശേഷം മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളാനുള്ള സംവിധാനം വെച്ചവരില്ലേ. പെട്ടെന്ന് തള്ളുന്നത് പലപ്പോഴും നാണക്കേടാകുമെന്നതിനാൽ അത് തള്ളാതെ കുറച്ചു സമയമൊക്കെ പിടിച്ചു നിർത്താനുള്ള ശേഷിയും മനുഷ്യനല്ല കൊടുത്തിട്ടില്ലേ. എല്ലാം കൊടുത്തൊരു രാജാവില്ലേ, അത് റബ്ബുൽ ആലമീനല്ലേ. ആ റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് ഈ കൈകാലികൾ ബന്ധിക്കപ്പെട്ട കച്ചവടക്കാരൻ പറയുകയാണ്, രാജാവേ, 14ഓളം ദിവസമായി ഞാനിവിടെ കിടക്കുന്നു. പക്ഷേ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും ഭക്ഷണം ഏറ്റെടുത്ത രാജാവില്ലേ. ആ രാജാവ് എന്നെ കാണാതെ പോയിട്ടില്ല, എന്റെ വിവരം അറിയാതെ പോയിട്ടില്ല, അവനിക്ക് ഭക്ഷണം തരാതിരുന്നിട്ടില്ല. അവൻ എല്ലാ ദിവസവും കാക്കയെ പറഞ്ഞേക്കുന്നു. ആ കാക്ക എനിക്ക് ആവശ്യമായ ഭക്ഷണം എന്റെ വയറ്റിലെത്താൻ വേണ്ടി എന്റെ നെഞ്ഞിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ നുറുക്കി തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന രാജാവ് വിവരം അറിഞ്ഞില്ല, നിങ്ങൾ വിവരമില്ലാത്ത രാജാവല്ലേ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ വിവരം അറിയാത്തവരല്ലേ. അതേ സമയത്ത് എന്റെ രാജാവിന്റെ മുന്നിൽ ഒരു കാര്യവും അറിയാതെ പോകുന്നില്ല, അവരൊന്നും അവ്യക്തമായി പോകുന്നില്ല. എല്ലാം അവൻ കാണുന്നവൻ തന്നെ, കേൾക്കുന്നവൻ തന്നെ, അറിയുന്നവൻ തന്നെ, നിയന്ത്രിക്കുന്നവൻ തന്നെ, കൊടുക്കുന്നവൻ തന്നെ, അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്നവൻ തന്നെ.
ആ രാജാവ് എനിക്ക് ആവശ്യമായ ഭക്ഷണം ഒരു പക്ഷി മുഖേന എത്തിച്ചു തന്നിട്ടുണ്ട്. ഓ, ഞാനെന്തിന് കൊട്ടാരത്തിലിരിക്കണം? ഞാനെന്തിന് ഈ പട്ടുവസ്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളോ ആയി ഞാനെന്തിനിങ്ങനെ ഇരിക്കണം? എന്റെ രാജകീയ പദവി ഒരു രാജകീയ പദവിയല്ല, എന്റെ അറിവല്ല, എന്റെ അധികാരമല്ല, എന്റെ കൊടുതിയല്ല. കൊടുക്കുന്ന രാജാവ് അല്ലാഹു തന്നെ, കൊടുക്കേണ്ടവനെ അറിയുന്നവരല്ല തന്നെ, നിയന്ത്രിക്കുന്നവരല്ല തന്നെ. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അതേ കൊട്ടാരം വിട്ടിറങ്ങാൻ തീരുമാനിക്കുകയാണ്. കരിമ്പടവും പുതച്ചിട്ട് അള്ളാഹുവിനെ കണ്ടെങ്കിലേ ഈ റബ്ബുൽ ആലമീനില്ലേ, എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവില്ലേ, ആ രാജാവിനെ കാണണ്ടേ എനിക്ക്? അവനെ കാണാനുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ മുഴുകുകയാണ് ഞാൻ. അവന്റെ ദിക്ർ വർദ്ധിപ്പിക്കുകയാണ് ഞാൻ. അവൻ അൽഹംദുലില്ലാഹ് ചൊല്ലുകയാണ്. ഞാനിതാ ദുനിയാവിന്റെ ആഡംബരങ്ങളൊക്കെയും കൈയൊഴിച്ച റബ്ബിനെ കാണാൻ ഇറങ്ങുകയാണ്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ദുനിയാവിന്റെ സർവ്വ വിഷയങ്ങളും വിട്ടൊഴിച്ച് സാഹിദായി പുറപ്പെട്ടില്ലേ സഹോദരന്മാരെ? ആ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ അടിമയാണെന്ന ബോധമിങ്ങ് മനസ്സിൽ അങ്കുരിച്ചപ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോഴതാ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നു. പോലീസുകാരൻ ചോദിക്കുന്നു, ആബിദുൻ അൻത, അടിമയാണോ നീ? ഇബ്രാഹിം അത് പിന്നെ മറുപടി, നഅം, അതെ, ഞാൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ അടിമയല്ലേ. ആ അർത്ഥത്തിലാ പറഞ്ഞത്, അടിമയാണ്. ഉടനെ പോലീസുകാരന്റെ ചോദ്യം, കൂടുതൽ ആളുള്ളത് എവിടെയാണ്? മറുപടി പറയുന്നു, അതാ അവിടെയാണ്. എവിടെയാ കാണിച്ചു കൊടുത്തത്? ഖബർസ്ഥാനിയാണ്. ഖബർസ്ഥാനിൽ ഒരുപാട് ആളുകളില്ലേ. സുബ്ഹാനല്ലാഹ്, പോലീസുകാരൻ ആൾ കൂടുതലുള്ള സ്ഥലം അന്വേഷിച്ചത് ഖബർസ്ഥാനി സിയാറത്തിന് വേണ്ടിയല്ല, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം അന്വേഷിച്ചതാണല്ലോ. പക്ഷേ ബഹുമാനപ്പെട്ടവരെ ചിന്ത ഇവിടെയുള്ള ജനങ്ങളല്ലല്ലോ, ഇവിടെയുള്ള ആൾക്കാരല്ലല്ലോ, മരിച്ചവരിലേക്ക് മരണത്തിലേക്ക് വലിയ ചിന്ത. അവിടുന്ന് കാണിച്ചു കൊടുത്ത് ഖബർസ്ഥാനിയാണ്. പോലീസുകാരൻ ഇറങ്ങിയിട്ട് ഒരൊറ്റ അടിയൊന്നു കൊടുത്തു, പുഞ്ചിരിക്കുകയാണ്. വീണ്ടും കൊടുത്തു, അടി, പുഞ്ചിരിക്കുകയാണ്. വീണ്ടും കൊടുത്തു, അടി, പുഞ്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ കാണുന്നു, ഓടി വന്ന് പറയുന്നു, അടിക്കല്ല, അടിക്കല്ല. ആരാണെന്നറിയാമോ? രാജാവായിരുന്നു, പടച്ചവനെ സ്നേഹിച്ചിട്ട് മുഴുവനും കൈയൊഴിച്ച് ഇറങ്ങിയ മഹാനല്ലേ, ഇബ്രാഹിമുൽ അദ്ഹമല്ലേ. പോലീസുകാരൻ രണ്ട് കാലിന്റെ മുട്ടും നിലത്തവിടെ കുത്തിയിട്ട് മാപ്പാക്കനേ തങ്ങളെ എന്ന് പറയുമ്പോ ഇബ്രാഹിമുൽ അദ്ഹമിന്റെ മറുപടി, മോനെ, സാരമില്ല, സാരമില്ല, നീ എന്നെ ഓരോ അടിയും അടിക്കുന്ന സമയത്ത് എനിക്ക് അല്ലാഹു പ്രതിഫലം തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ അടിക്കുമ്പോ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മോനെ, അടിക്കുന്ന നിനക്ക് അള്ള പ്രതിഫലം തരാ, നിന്റെ ദോഷം പുറത്തു തരാൻ ഞാൻ അള്ളാഹുവോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നീ ഓരോ അടിയും അടിക്കുമ്പോ ആ വകയിൽ എനിക്ക് അല്ലാഹ് ആഖിറത്തിൽ പ്രതിഫലം തരികയല്ലേ. ആ പ്രതിഫലം കിട്ടാൻ കാരണം നീ ഉള്ളത് കൊണ്ടല്ലേ, നീ അടിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ട് നിന്റെ അടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ രാജാവിനോട് നിന്റെ ദോഷം പൊറുക്കാൻ പറഞ്ഞിട്ടുണ്ട് മോനെ. അല്ലാഹു റബ്ബുൽ ആലമീനാണെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച പണ്ഡിതന്മാർക്ക്, അത് വിശ്വസിച്ച ഔലിയാക്കൾക്ക്, അത് വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് ആരോടും പകയില്ല മക്കളെ, വിദ്വേഷമില്ല മക്കളെ. തല്ലിയവരോടും പകയില്ല, കല്ലെടുത്തെറിഞ്ഞാലും പകയില്ല, ചീത്ത വിളിച്ചാലും പകയില്ല, ആരോടും വിദ്വേഷമില്ല. റബ്ബുൽ ആലമീനായ റബ്ബിന്റെ അടിമയായ എനിക്ക് റബ്ബിന്റെ മാപ്പൊന്ന് കിട്ടാൻ മറ്റുള്ളവർക്ക് മുഴുവനും മാപ്പ് ചെയ്യുകയല്ലേ വേണ്ടതെന്ന ചിന്തയിലല്ലേ ഔലിയാക്കളുടെ ജീവിതം, ആ ചിന്തയിലല്ലേ സാഹിദികളുടെ ജീവിതം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി സഹോദരന്മാരെ, ആ മഹാന്മാര് സ്വർഗത്തിലെത്തിയാലോ അവിടെയും അവർ അവസാനത്തെ പ്രാർത്ഥന വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗത്തിൽ കടന്ന മഹാന്മാർക്ക് സ്വർഗത്തിലും പറയാനുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ പ്രാർത്ഥനയും തുടക്കത്തിൽ നീ അത് ചൊല്ലിക്കോ, എല്ലാ പ്രസംഗത്തിന്റെ തുടക്കത്തിലും നീ അത് കൊണ്ടുവന്നോ, എല്ലാ ദർസിന്റെ തുടക്കത്തിലും മുതഅല്ലിമേ നീ അത് ചൊല്ലിക്കോ, ദർസ് നടത്തുന്നവരും ചൊല്ലിക്കോ. ഏത്
കാര്യത്തിനിറങ്ങിയാലും, എന്ത് കിട്ടിയാലും, ഏത് മുസീബത്തുണ്ടായാലും, ഏത് നന്മ ലഭിച്ചാലും നീ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണെന്ന നിലയ്ക്ക് അനുഗ്രഹങ്ങളുടെ മുഴുവനും രാജാവായ റബ്ബിനെ സ്തുതിച്ച് ജീവിച്ച് മരിച്ചോ. റബ്ബേ, നീ ഞങ്ങളെ രാജാവാണ്, ഞങ്ങളുടെ മാത്രമല്ല എല്ലാ സൃഷ്ടികളെയും രാജാവാണ്, എല്ലാ ലോകത്തെയും പോറ്റി വളർത്തുന്നവനാണ്. നിന്റെ അടിമകളെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലന്മാർ ഞങ്ങളാണ്, ഏറ്റവും